ഹലോ മച്ചുമാരി, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഇന്ന് നമുക്കൊരു കിടിലൻ ഹൊറർ മൂവിയുടെ കഥ കേട്ടാലോ. കഥയെക്കുറിച്ച് ഞാൻ ഒരുപാടൊന്നും പറയുന്നില്ല, പക്ഷേ 100% ഞാൻ ഗ്യാരണ്ടി തരികയാണ്. കിടിലൻ എന്ന് പറഞ്ഞാൽ കിടിലൻ സിനിമ. ഈ ഒരു സിനിമയെക്കുറിച്ച് നിങ്ങളോട് എന്തെങ്കിലും പറയാ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് നിങ്ങളുടെ ആസ്വാദനത്തെ ബാധിക്കും. എന്നിരുന്നാലും വളരെ നിസ്സാരമായിട്ടൊരു കാര്യം പറഞ്ഞുതരാം. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു മന്ത്രവാദിയുണ്ട്, അഫ. അദ്ദേഹത്തെ പോലെ തന്നെ ആകണമെന്ന് കരുതി നടക്കുന്ന ആളാണ് ആയിഷ. അങ്ങനെ പെട്ടെന്നൊരു ദിവസം ഈ മന്ത്രവാദി മരണപ്പെട്ടു പോവാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങോട്ടേക്ക് ആയിഷയ്ക്ക് വരേണ്ടി വരുന്നുണ്ട്. അങ്ങനെ വന്നതിന് ശേഷം ആയിഷ മനസ്സിലാക്കിയ രഹസ്യങ്ങൾ, എന്റെ മക്കളെ, എന്തൊക്കെയാണ് ആ ഒരു ഗ്രാമത്തിൽ നടന്നതെന്ന് അറിയുന്ന സമയത്ത് അവളാകെ ഞെട്ടിപ്പോകുന്നുണ്ട്. അവള് എന്നല്ല, അവളുടെ കൂടെ വന്നവര്, നാട്ടുകാരും എല്ലാവരും ഞെട്ടിപ്പോകുന്ന കൊടൂരമായിട്ടുള്ളൊരു കാര്യം അവസാനം ഇവർ കണ്ടുപിടിക്കുന്നുണ്ട്. എന്തായിരിക്കും അത്? അപ്പൊ നേരെ നമുക്ക് ആ ഒരു കഥയിലേക്ക് പോവല്ലേ. സിനിമയുടെ ആരംഭത്തിൽ തന്നെ നമ്മളെ ഒരു ഗ്രാമം കാണിച്ചു തരുന്നുണ്ട്. ഈ ഗ്രാമത്തിന്റെ പേരാണ് ദിക. ആ നാട്ടിൽ എല്ലാവരും ബഹുമാനിക്കുന്ന ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു മന്ത്രവാദിയുണ്ട്. ആ മന്ത്രവാദിയുടെ പേരാണ് അഫ. അഫയ്ക്ക് പ്രത്യേകമായിട്ട് ഒരു തോട്ടവും അതുപോലെ തന്നെ ഒരു വീടൊക്കെ ഉണ്ട്. മാത്രമല്ല ഈ അഫയ്ക്ക് ഒരു സഹായി ഉണ്ട്. ഇയാളുടെ പേരാണ് ജാഫർ. അങ്ങനെ ഒരു ദിവസം രാത്രി ഉണ്ടല്ലോ, അന്നത്തെ പൂജയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ജാഫർ ഇപ്പോ ഒരു കൂജയുമായിട്ട് ഒരു റൂമിലേക്ക് ചെല്ലുകയാണ്. അവിടെ വെച്ചു പിന്നീട് എന്തൊക്കെയോ ചില ജോലികളൊക്കെ ചെയ്ത് അവിടെ വലിയൊരു ഫോട്ടോ കാണുന്നില്ലേ, ആ ഫോട്ടോയിലുള്ള ആളാണ് അഫ. അതായത് ഈ നാട്ടുകാർ മുഴുവനും വലിയ ഏതോ ഒരു ദിവ്യ പ്രവാചകനെ പോലെ കാണുന്ന ഒരു മന്ത്രവാദി. അതാണ് കേട്ടോ ഈ അഫ. അങ്ങനെ അവിടുത്തെ ആ ഒരു ജോലിയെല്ലാം കഴിഞ്ഞു ജാഫർ ഇപ്പൊ നോൽക്കുന്ന സമയത്ത് ആ വീട്ടിലെ ലൈറ്റ് എല്ലാം ചെറുതായിട്ട് ഇങ്ങനെ മിന്നി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെന്ത് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ജാഫറിന് മനസ്സിലായില്ല. അവനിപ്പോ വേഗം പുറത്തേക്ക് വരികയാണ്. വീടിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു വലിയ ചോളത്തോട്ടം ഉണ്ടായിരുന്നു. ആ ചോളത്തോട്ടത്തിന്റെ ഉള്ളിൽ എന്തോ ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പൊ ഈ ജാഫർ ചോദിക്കാണ്, ഗുരു, അഫ നിങ്ങൾ അവിടെ ഉണ്ടോ? അവിടെ എന്താ ചെയ്യുന്നേ? ഇതും പറഞ്ഞ് ഒരു ടോർച്ച് കത്തിച്ചുകൊണ്ട് നേരെ അങ്ങോട്ടേക്ക് പോവാണ്. എന്നാൽ ഗുരുവിന്റെ ഭാഗത്തുനിന്ന് യാതൊരു മറുപടിയില്ല. എന്നാൽ ആ ഒരു ചോളത്തോട്ടത്തിന്റെ ഉള്ളിലേക്ക് അവൻ പോയ സമയത്ത് എന്തോന്ന് അതിലൂടെ വളരെ വേഗത്തിൽ ഒരൊറ്റ പാച്ചിലാണ്. ശബ്ദം കേട്ട് ആ ഒരു ഭാഗത്തേക്ക് ജാഫർ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഓലയുണ്ടല്ലോ, അതിൽ മുഴുവനായിട്ട് രക്തം പറ്റി അങ്ങനെ കിടക്കുകയാണ്. മാത്രമല്ല തൊട്ടപ്പുറത്തായിട്ട് ചെറിയൊരു കരച്ചിലും കേൾക്കുന്നുണ്ട്. ഓടിച്ചെന്ന് നോക്കുന്ന സമയത്ത് അവന്റെ ഗുരുവായിട്ടുള്ള ആ വലിയ മന്ത്രവാദി അഫ മരണപ്പെട്ട് കിടക്കുകയാണ്. ജാഫർ ആകെ ഞെട്ടിപ്പോയി. ഗുരു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ പോയി തൊട്ടതേ ഓർമ്മയുള്ളൂ. അപ്പോഴേക്കും ഈ അഫയുടെ തല അദ്ദേഹത്തിന്റെ ദേഹത്ത് നിന്നും അറ്റുപോവുകയാണ്. ഇതിനുശേഷമാണ് സിനിമയുടെ ടൈറ്റിൽ കാണിക്കുന്നത് ദാഗത്ത്. എന്നാൽ എന്താണ് ഈ മന്ത്രവാദിയായിട്ടുള്ള അഫയ്ക്ക് സംഭവിച്ചത്? ഇതറിയണമെങ്കിൽ ഒരു 12 മണിക്കൂർ പിന്നിലേക്ക് നമ്മളൊന്ന് പോകണം. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ദിഗ എന്ന് പറയുന്ന ഈ ഗ്രാമം ഉണ്ടല്ലോ, ഈ ഗ്രാമത്തിൽ നിന്നും ഒരു 50 കിലോമീറ്റർ അപ്പുറത്തായിട്ട് മറ്റൊരു ഗ്രാമം. അവിടെ ഇപ്പോ ഫാത്തിമ എന്ന പേരിലുള്ള ഒരു പെൺകുട്ടിയെ, ആയിഷ എന്നുള്ള ഒരു പെൺകുട്ടിയെ വന്നിട്ട് ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഫാത്തിമയുടെ ഉള്ളിൽ എന്തോ ഒരു ബാധ കയറിയിട്ടുണ്ട്. ഈ ചികിത്സിക്കുന്ന കാര്യം സെലിം എന്നൊരാൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ബാധ കയറിയ ഫാത്തിമ പെട്ടെന്ന് തന്നെ ഒരു കത്തിയുമായിട്ട് ചികിത്സിക്കുന്ന ആയിഷയെ തന്നെ കുത്താൻ വരികയാണ്. പക്ഷെ പിന്നീട് അവൾ പെട്ടെന്ന് ചിരിക്കുകയാണ്. അതായത് ഇത് ഇവരുടെ വേറൊരു നാടകം അല്ലെങ്കിൽ ഒരു ആക്ടിംഗ് എന്ന് പറയാം. ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സെലീമും അതുപോലെ തന്നെ ഫാത്തിമയും ചിരിക്കുകയാണ്. കാരണം ചെറുതായിട്ട് ഫാത്തിമ ഒന്ന് അഭിനയിച്ചപ്പോഴേക്കും ആയിഷ ആകെ പേടിച്ചു പോയിട്ടുണ്ട്. മാത്രമല്ല ഈ ആയിഷയുടെ ആഗ്രഹം എന്താ വെച്ചാൽ അഫ എന്ന് പറഞ്ഞ ആ ഒരു വലിയ മന്ത്രവാദി ഉണ്ടല്ലോ, അയാളെ പോലെ ആവണമെന്നാണ്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ആ മനുഷ്യനോട് വല്ലാത്തൊരു ഇഷ്ടമാണ് ഈ ആയിഷയ്ക്ക്. അത് ചെറുപ്പം മുതലേ അങ്ങനെയാണ്. എന്തുകൊണ്ടാന്ന് പോലും നമ്മുടെ ആയിഷയ്ക്ക് അറിയുന്നില്ല. അയാളെ പോലെ വലിയൊരു മന്ത്രവാദി ആവണമെന്നൊക്കെയാ വലിയ ആഗ്രഹമാണ്. എന്തായാലും ഇതിനുശേഷം ആയിഷ നേരെ അവളുടെ വീട്ടിലേക്ക് പോവാണ്. ചെറുപ്പത്തിലെ അവളുടെ അച്ഛനും അമ്മയും മരിച്ചു പോയിട്ടുണ്ട്. മാത്രമല്ല ഇപ്പൊ അവളെ വളർത്തുന്നത് അവളുടെ വളർത്തച്ഛനായിട്ടുള്ള അഹമ്മദാണ്. വീട്ടിലേക്ക് വന്നു നോക്കുമ്പോൾ അഹമ്മദ് ഇല്ല. അതുകൊണ്ട് തന്നെ അവള് വേഗം TV ഓണാക്കുകയാണ്. TV ഓണാക്കുന്നത് തന്നെ ആ മന്ത്രവാദി അഫയെ കുറിച്ചുള്ള ന്യൂസ് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങോട്ടേക്ക് പോയ ചാനലുകാരൊക്കെ ആ ഒരു കാര്യം കവർ ചെയ്യുന്നുണ്ട്. അതായത് ദിനം പ്രതി ഈ അഫയുടെ അടുത്തേക്ക് ഒരുപാട് ആയിരക്കണക്കിന് ആൾക്കാരാണ് ഒഴുകി വരുന്നത്. കാരണം അദ്ദേഹം കൊടുക്കുന്ന ആ ഒരു പവിത്രമായിട്ടുള്ള ജലം, അദ്ദേഹത്തിന്റെ ആ ഒരു ചികിത്സ, ഇതൊക്കെ ജനങ്ങൾക്ക് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട്. ദൈവം നേരിട്ടയച്ച ഒരു പ്രവാചകനായിട്ടാണ് ആൾക്കാരെല്ലാവരും ഈ അഫയെ കാണുന്നത്. അത്രയും റെസ്പെക്റ്റ് ആണ് ആ ഒരു മനുഷ്യന്. അതുപോലെ അദ്ദേഹം കൊടുത്ത ആ ഒരു എന്താ പറയാ പവിത്രമായ നീരുണ്ടല്ലോ, അത് ഒരാളുടെ കാലിലാക്കിയപ്പോൾ എത്രയോ വർഷമായിട്ട് നടക്കാൻ കഴിയാത്ത ആ ആൾക്ക് വരെ നടക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം ടിവിയിലൂടെ ഐഷ കാണുന്നുണ്ട് കേട്ടോ. ഈ സമയത്താണ് അവളുടെ വളർത്തച്ഛനായിട്ടുള്ള അഹമ്മദ് അങ്ങോട്ടേക്ക് വരുന്നത്. അഹമ്മദ് പറയണ, മോളെ, ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, ഇതുപോലെയുള്ള മന്ത്രവാദികളുടെ വീഡിയോ ഇരുന്ന് കാണാൻ പാടില്ല. എല്ലാത്തിനും മുകളിൽ ദൈവങ്ങളാണ്, അവരെക്കാളും മികച്ചതായിട്ട് മനുഷ്യനൊന്നുമില്ല. ഇതേ സമയത്ത് തന്നെ ആയിഷ വന്നിട്ട് പറയാണ്, ഉപ്പ അങ്ങനെയല്ല, ദൈവത്തിന് ചെയ്യാൻ പറ്റാത്തത്, അതായത് അവർ ചില ദൂതരെ എങ്ങോട്ടേക്ക് അയക്കും, അതുപോലെ ദൈവം അയച്ചൊരു ദൂതനാണ് അഫ എന്ന് പറഞ്ഞ ആ ഒരു മന്ത്രവാദി. നമുക്ക് അങ്ങനെ കണ്ടൂടെ? എല്ലാവരും അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്യുന്ന കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അഹമ്മദിനോട് സംസാരിക്കുമ്പോൾ അഹമ്മദ് പറയണം, നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, എന്താന്ന് വെച്ചാൽ ചെയ്തോന്ന് പറയണം. എന്തായാലും ഇതിനുശേഷം ആയിഷയും അവളുടെ കൂട്ടുകാരായിട്ടുള്ള ഫാത്തിമയും കൂടെ പ്രയറിന് വേണ്ടി ആ ഒരു പ്രയർ ഹാളിലേക്ക് പോവാണ്. ഒരുപാട് ആൾക്കാർ അങ്ങോട്ടേക്ക് വരാറുണ്ട്. പക്ഷെ ഈയിടെയായിട്ട് ആളുകൾ കുറഞ്ഞു വരുന്നുണ്ട്. ഇപ്പോ ആയിഷ പറയണ, ഫാത്തിമ, ഓരോ ദിവസം കൂടുന്തോറും ആളുകളുടെ എണ്ണം കുറഞ്ഞു വരികയാണല്ലോ. ഇപ്പൊ ഫാത്തിമ പറയണ, ഓരോ ആൾക്കാർക്കും അവരുടേതായ തിരക്കുണ്ടാവുന്നേ, ജോലിക്കൊക്കെ പോകണ്ടാവില്ലേ, അപ്പൊ രാവിലെ എഴുന്നേറ്റ് പോകാനൊക്കെ ആയിട്ട് നേരത്തെ വീട്ടിൽ പോയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഞാനിപ്പോ ഇങ്ങോട്ടേക്ക് വരുന്നത് തന്നെ ബോറടി മാറ്റാൻ വേണ്ടിയിട്ടാണ്. അതായത് പലരുടെ ഉള്ളിലും ആ ഒരു വിശ്വാസമോ കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പോ. ഇതിനുശേഷം അഫ എന്ന് പറഞ്ഞ ആ ഒരു മന്ത്രവാദിയെ കാണാൻ വേണ്ടി അയാളുടെ അടുത്തേക്ക് വന്ന ഒരു അച്ഛനെയും മകളെയും കാണിക്കുകയാണ്. അപ്പൊ ആ ഒരു ചെറിയ മോള് ഈ മനുഷ്യനോട്, ഉപ്പ
നമ്മൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നെന്ന് ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ പറയണ മോള് പേടിക്കൊന്നും വേണ്ട. ഇത്രയും കാലമായിട്ട് നമ്മളെല്ലാവരും ഭയങ്കര ദാരിദ്ര്യത്തിലായിരുന്നില്ലേ, ഇനി മുതൽ അങ്ങനെ ആയിരിക്കില്ല. നമ്മുടെ ജീവിതം അത് മുഴുവനായിട്ട് മാറാൻ വേണ്ടി പോവാണ്. മോള് ധൈര്യമായിട്ട് ഇവിടെ ഇരിക്കുന്നു പറയാണ്. ഇതേ സമയത്ത് തന്നെ മന്ത്രവാദിയുടെ ശിഷ്യനായിട്ടുള്ള ജാഫർ അങ്ങോട്ടേക്ക് വന്നിട്ട് ഈ മനുഷ്യനെ വിളിക്കുകയാണ്. നിങ്ങളെ ഉള്ളിലേക്ക് വിളിക്കുന്നുണ്ട് എന്ന് പറയണം. ഇതേ നേരം തന്നെ ഈ മനുഷ്യൻ അയാളുടെ കുഞ്ഞിനോട് പറയണം, മോളെ ഒരു കാരണവശാലും ഇവിടുന്ന് എവിടേക്കും പോകാൻ പാടില്ല കേട്ടോ, ഇവിടെ തന്നെ ഇരിക്കുന്നു പറയണം. ഉപ്പ ഉള്ളിലേക്ക് പോയിട്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് ഇയാൾ നേരെ ഉള്ളിലേക്ക് പോവാണ്. എന്നാൽ ഇതിനുശേഷം ആ ഒരു കുട്ടി ഒരു ഇച്ചിരി നേരം അവിടെ ഇരിക്കുകയാണ്. എന്നാൽ എഴുന്നേറ്റ് അവിടെ നിന്ന് നടക്കുന്നുണ്ട്. മാത്രമല്ല അവിടെ ഒരു പഴയ വീടുണ്ടായിരുന്നു. അത് പഴയ പ്രയർ ഹാളായിരുന്നു. ചുമ്മാ അതിനരികിലൂടെ ആ ഒരു കുട്ടി അങ്ങനെ നടക്കുന്നുണ്ട്. മാത്രമല്ല വല്ലാണ്ട് ദാഹിച്ചപ്പോ അവിടെ ഉണ്ടായിരുന്ന ഒരു പൈപ്പ് തുറന്ന് അവള് വെള്ളം കുടിക്കുക. എന്നാൽ ഇവിടെ പൈപ്പ് തുറന്നപ്പോൾ തൊട്ടപ്പുറത്തുണ്ടായിരുന്ന ഒരു പൈപ്പ് ഓട്ടോമാറ്റിക് ആയിട്ട് തുറക്കുകയാണ്. അവള് പോയിട്ട് വേഗം തന്നെ അത് ക്ലോസ് ചെയ്യുന്നുണ്ട്. പിന്നീട് വീണ്ടും വെള്ളം കുടിക്കാൻ നിൽക്കുമ്പോൾ അവിടെ ചുവന്ന നിറത്തിലുള്ള കാലുമായിട്ട് ഒരാൾ നിൽക്കുന്നത് അവൾക്ക് തോന്നി. എന്നാൽ പെട്ടെന്ന് അങ്ങോട്ടേക്ക് നോക്കിയപ്പോൾ ആ ആളെ കാണാനില്ല. ചിലപ്പോ തോന്നിയതായിരിക്കും. അവള് പിന്നീട് മുഖമെല്ലാം കഴുകി നേരെ ഒന്ന് പ്രാർത്ഥിച്ചു കളയെന്ന് പറഞ്ഞിട്ട് ആ ഒരു പഴയ പ്രയർ ഹാളിന്റെ ഉള്ളിലേക്ക് പോവാണ്. ഇതേ സമയത്ത് ഈ കുട്ടിയുടെ അച്ഛനുണ്ടല്ലോ, അഫ എന്ന് പറഞ്ഞ ആ ഒരു മന്ത്രവാദിയുടെ അടുത്തേക്ക് പോയിട്ടുണ്ട്. അപ്പൊ ഇയാളുടെ സങ്കടങ്ങളൊക്കെ പറയാണ്. ദാരിദ്ര്യത്തിൽ ജീവിച്ച് മടുത്തിട്ടുണ്ട്. ഇനിയെങ്കിലും ജീവിതത്തിൽ ഒരു കയറ്റം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. എല്ലാം ശരിയാക്കി തരാമെന്ന് അഫ പറയാണ്. ഒരു പെട്ടിയുടെ മുകളിൽ കൈവെക്കാൻ വേണ്ടി ഈ മനുഷ്യനോട് പറയണം. അങ്ങനെ അയാൾ അതിന് മുകളിൽ കൈവച്ചു. ഇയാളുടെ കയ്യിലേക്ക് പിന്നീട് അഫ ചില മന്ത്രങ്ങൾ ചൊല്ലിയിട്ട് ആ ഒരു കത്തി കുത്തി കയറ്റുകയാണ്. പിന്നീട് അയാളുടെ കയ്യിൽ നിന്നും ഒരുപാട് രക്തം ഒഴുകുന്നുണ്ട് കേട്ടോ. എന്നാൽ അതിനുശേഷം വീണ്ടും ഒരു മന്ത്രം ചൊല്ലിയപ്പോൾ ഈ രക്തമെല്ലാം അയാളുടെ കയ്യിലേക്ക് തിരിച്ചുപോയി. ആ മുറി അത് പഴയതുപോലെ ആവുകയാണ്. ഇപ്പൊ മുറിയൊന്നുമില്ല. എന്നിട്ട് അതിന് താഴെ ഉണ്ടായിരുന്ന പെട്ടി അത് തുറന്നു നോക്കാൻ പറയുന്നുണ്ട്. തുറന്നു നോക്കുമ്പോൾ ഒരുപാട് കാശുണ്ടായിരുന്നു. എന്നാൽ സമ്പത്തിനോട് വളരെ ആർത്തയുണ്ടായിരുന്ന ഈ മനുഷ്യൻ പറയാണ്, അഫ എനിക്കിത് പോരാ, എനിക്ക് ഇനിയും ഒരുപാട് കാശ് വേണമെന്ന്. ഇപ്പൊ അഫ പറയാണ്, ഒരുപാട് സമ്പത്ത് ഇനിയും നിനക്ക് വേണമെങ്കിൽ നീ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങൾ നീ ഉപേക്ഷിക്കേണ്ടി വരും. തയ്യാറാണോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോ എന്താണ് അയാൾ മറുപടി പറഞ്ഞതെന്ന് കാണിക്കുന്നില്ല. പക്ഷേ ഇയാളുടെ മകൾ പഴയ ആ ഒരു പ്രയർ ഹാളിൽ പോയിട്ട് നിസ്കരിക്കുന്നുണ്ടല്ലോ, അതായത് മുസ്ലിംസിന്റെ പ്രാർത്ഥനാ രീതി. അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് പാവം ഈ പെൺകുട്ടിയുടെ പിന്നിലേക്ക് ഒരു രൂപം വന്ന് നിൽക്കുകയാണ്. അത് അവളെ പിടിക്കാൻ വരുന്നത് പോലെ കാണിച്ച് സീൻ കട്ട് ചെയ്യാണ്. ചിലപ്പോ ആ ഒരു തന്ത പണത്തിന് വേണ്ടി സ്വന്തം മോളെ വിറ്റിട്ടുണ്ടാവോ അറിയില്ല. എന്തായാലും ഇതിനുശേഷം ഇവിടെ നിന്നും കുറച്ച് അകലെയായിട്ടുള്ള നമ്മുടെ ആയിഷയുടെ ഗ്രാമം കാണിക്കുകയാണ്. പ്രയർ എല്ലാം കഴിഞ്ഞ് ആയിഷ അതുപോലെ തന്നെ ഫാത്തിമ രണ്ടുപേരും തിരിച്ചു പോവാണ്. രാത്രി ആയിട്ടുണ്ട് കേട്ടോ. മാത്രമല്ല പോകുന്ന സമയത്ത് ഫാത്തിമ എന്തോ ഒരു സാധനം എടുക്കാൻ മറന്നിട്ടുണ്ട്. അവള് വേഗം അത് എടുക്കാനായിട്ട് പോയ സമയത്ത് ആയിഷ ഒരു ശബ്ദം കേൾക്കുകയാണ്. നോക്കുമ്പോൾ അവൾ എങ്ങനെയാണോ ആകാൻ ആഗ്രഹിക്കുന്നത്, അതായത് അഫാ മന്ത്രവാദി ഉണ്ടല്ലോ, ആ ആള് ആ ഒരു തോട്ടത്തിൽ വന്ന് നിൽക്കുകയാണ്. അഫാ മന്ത്രവാദി ഇപ്പോ ആയിഷയെ വിളിക്കുന്നുണ്ട്. അവള് ശരിക്കും അഫയെ കണ്ടപ്പോ ഞെട്ടിപ്പോയി. അഫ നിങ്ങൾ എന്താ ഇവിടെ വന്നെന്ന് ചോദിക്കുന്ന സമയത്ത് ഈ അഫ പ്രത്യേകിച്ച് വേറൊന്നും പറയുന്നില്ല. ഇയാള് പറയുന്ന കാര്യം എന്താ വെച്ചാൽ എന്റെ വഴിക്ക് നീ വരേണ്ട സമയമായിട്ടുണ്ട്. ഇതും പറഞ്ഞ് ഇയാൾ ഒരു കത്തിയെടുത്ത് സ്വന്തം കഴുത്ത് അറുത്ത് കളയാണ്. പാവം നമ്മുടെ ആയിഷ ഇത് കണ്ട് വല്ലാണ്ട് പേടിച്ച് കരയാണ്. ഈ കരച്ചിൽ കേട്ട് ഫാത്തിമ അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട് കേട്ടോ. പിന്നീട് അവളെ സമാധാനിപ്പിച്ച് അവളുടെ വീട് വരെ കൊണ്ടാക്കി കൊടുക്കുന്നുണ്ട്. എന്നാൽ ഈ കണ്ട കാര്യം അത് സത്യമാണോ അല്ലെങ്കിൽ വെറും ഒരു തോന്നലാണോ എന്നൊന്നും ആയിഷയ്ക്ക് മനസ്സിലാവുന്നില്ല. എന്നാൽ വീട്ടിലേക്ക് വന്നപ്പോൾ ഞെട്ടിക്കുന്ന ഒരു വാർത്ത അവൾ കേൾക്കുകയാണ്. അതായത് മന്ത്രവാദിയായിട്ടുള്ള ഈ അഫ അയാളുടെ തോട്ടത്തിൽ വെച്ച് കഴുത്തറുത്ത് മരണപ്പെട്ട രീതിയിൽ കിടക്കുമായിരുന്നു. എന്തായാലും ഈ ഒരു വാർത്ത കണ്ട് നമ്മുടെ ആയിഷ ആകെ ഞെട്ടി പോകുന്നുണ്ട്. ഇതേ നേരം തന്നെ അവളുടെ വളർത്തച്ഛനായിട്ടുള്ള അഹമ്മദ് അങ്ങോട്ടേക്ക് വരികയാണ്. ഇയാൾക്കൊരു കോള് വരുന്നുണ്ട്. ആ കോള് വിളിച്ച ആളോട് ഓക്കെ ശരി എല്ലാം പറഞ്ഞതുപോലെ എന്നൊക്കെ ഈ അഹമ്മദ് പറയുന്നുണ്ട്. മാത്രമല്ല ഇനി ഒരു കാര്യം ഞാൻ മറച്ചു വെക്കുന്നില്ല എന്നും അഹമ്മദ് ഇപ്പോ ആ വിളിച്ച ആളോട് പറയണം. ഇതിനുശേഷം ചെറിയൊരു പെട്ടിയുമായിട്ട് അഹമ്മദ് നേരെ ആയിഷയുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് ആയിഷയോട് മോളെ നീ ഇവിടെ ഇരിക്കും, എനിക്ക് നിന്നോട് ഒരു രഹസ്യം പറയാനുണ്ട്. നിന്റെ ചെറിയ പ്രായത്തിൽ നിന്റെ അമ്മ എന്റെ അടുത്തേക്ക് വന്നു. നിന്റെ അച്ഛനെ കുറിച്ചുള്ള യാതൊരു വിവരവും നീ അറിയാൻ പാടില്ല. പരമാവധി അത് രഹസ്യമായിട്ട് നിങ്ങൾ വെക്കണം. അതുപോലെ തന്നെ ചില കാര്യങ്ങൾ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് നിന്റെ അമ്മ പോയി. അതിനുശേഷം സ്വന്തം മോളെ പോലെ തന്നെയാണ് ഞാൻ നിന്നെ നോക്കിയതും വളർത്തിയതൊക്കെ. എന്നാൽ ഇപ്പൊ നീ ആ ഒരു രഹസ്യം അറിയാനുള്ള സമയമായിട്ടുണ്ട്. ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് അഫ എന്ന് പറഞ്ഞ ആ ഒരു മന്ത്രവാദിയോട് നിനക്ക് ഇത്രത്തോളം ഒരു ആരാധനയെന്ന്. കാരണം ആ അഫ തന്നെയാണ് മോളെ നിന്റെ ഉപ്പ. ഇത് കേട്ട സമയത്ത് നമ്മുടെ ആയിഷ ആകെ ഷോക്കായി പോവാണ്. അവൾ അവിടെ ഇരുന്ന് പോകുന്നുണ്ട്. മാത്രമല്ല അവളുടെ ഉമ്മ പോകുന്നതിന് മുന്നേ അഹമ്മദിന്റെ കയ്യിൽ ഏൽപ്പിച്ച ഒരു പെട്ടി ഇപ്പോ അവൾക്ക് കൊടുക്കുകയാണ്. നോക്കുമ്പോൾ ഈ മന്ത്രവാദിയായിട്ടുള്ള അഫ അയാളുടെ ഭാര്യ, അതായത് നമ്മുടെ ആയിഷയുടെ ഉമ്മ ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ, അതുപോലെ തന്നെ അവൾക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് കാശ്, കുറച്ച് ആഭരണങ്ങൾ, ഇതെല്ലാം ആ ഒരു പെട്ടിയിൽ ഉണ്ടായിരുന്നു. ഇതെല്ലാം അറിഞ്ഞ സമയത്ത് ആയിഷ കുറച്ചു നേരം വല്ലാണ്ട് ഷോക്കായി നിൽക്കുകയാണ്. ജീവിച്ചിരിക്കുന്ന സമയത്ത് സ്വന്തം ഉപ്പയെ കാണാൻ പറ്റിയില്ല. അദ്ദേഹം മരിച്ച സമയത്തെങ്കിലും ഒന്ന് കാണണ്ടേ. പിന്നീട് വേഗം തന്നെ കൂട്ടുകാരനായിട്ടുള്ള സലീം അതുപോലെ തന്നെ ഫാത്തിമ രണ്ടുപേരെയും ഇങ്ങോട്ടേക്ക് രഹസ്യമായിട്ട് വിളിക്കുകയാണ്. എനിക്ക് അങ്ങോട്ടേക്ക് പോകണമെന്ന് പറയാണ്. അങ്ങനെ ഇവർ മൂന്നുപേരും ഒരു വാനിൽ കയറിയിട്ട് നേരെ ദിഖ എന്ന് പറഞ്ഞ ആ ഒരു ഗ്രാമത്തിലേക്ക് പോവാണ്. അങ്ങനെ പോകുന്ന സമയത്ത് സലീം ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. അല്ല നിനക്ക് നിന്റെ ഉപ്പാന്റെ ആൾക്കാർക്കൊക്കെ നിന്നെ അറിയോ, അല്ലെങ്കിൽ ഇത്രയും കാര്യമായിട്ട് അവരെയൊന്നും നിനക്ക് അറിയില്ലായിരുന്നോ? ഐഷ പറയാണ് ഒന്നും എന്റെ വളർത്തുപ്പയായിട്ടുള്ള അഹമ്മദ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇതേ നേരം തന്നെ അവൾ മറ്റൊരു ശബ്ദം കേൾക്കുകയാണ്. ഐഷ നീ എന്നെ തേടി വരുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. പെട്ടെന്ന് തന്നെ ആ ഒരു തോട്ടത്തിലേക്ക് അവൾ നോക്കിയപ്പോൾ ഒരു ചുവന്ന രൂപത്തിനെ കാണുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് തന്നെ അത് അവിടെ നിന്ന് മറഞ്ഞു പോകുന്നുണ്ട്. ഇതിനുശേഷം അഫാ മന്ത്രവാദിയുടെ ആ ഒരു വീട്ടിലേക്ക് അവൾ എത്തിയ സമയത്ത് ഒരുപാട് ആൾക്കാർ, അതായത് ഈ മനുഷ്യൻ
മനുഷ്യന്റെ ഭക്തരാ തോന്നുന്നു. അവർ അവരുടെ ആ ഒരു ഗുരുവിനെ കാണാനായിട്ട്, അതായത് അവസാനമായിട്ട് കാണാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. എന്തായാലും ഇങ്ങോട്ടേക്ക് വന്ന നമ്മുടെ ആയിഷയെ അഫയുടെ ശിഷ്യനായിട്ടുള്ള ജാഫറും അതുപോലെ തന്നെ ഈ അഫയുടെ മൂന്നാമത്തെ ഭാര്യയായിട്ടുള്ള ബേഗവും കാണുന്നുണ്ട്. പിന്നീട് ജാഫർ വേഗം തന്നെ അങ്ങോട്ടേക്ക് വന്നിട്ട് നമ്മുടെ ആയിഷയെ വിളിച്ചിട്ട് ഉള്ളിലേക്ക് കൊണ്ടുപോവാണ്. മോളെ വേഗം വാ, ഉപ്പയുടെ ചടങ്ങും കാര്യങ്ങളൊക്കെ നീ തന്നെ ചെയ്യണമെന്ന് പറയാണ്. അങ്ങനെ നേരെ ആയിഷയെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവൾ അവസാനമായിട്ട് ഉപ്പയൊന്ന് തൊടുകയാണ്, മാത്രമല്ല ആ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിനുശേഷം ആ ഒരു മനുഷ്യന്റെ ശരീരം മറവ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ ഭയങ്കര വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ. കാരണം അഫ എന്ന് പറയുന്ന ആളെ ഈ നാട്ടിൽ ഒരുപാട് ആൾക്കാർ അത്രത്തോളം സ്നേഹിച്ചായിരുന്നു. എന്തായാലും ഈ ആൾക്കാർ പോകുന്ന സമയത്ത് വളരെ സ്നേഹത്തോട് കൂടിയിട്ട് അഫയുടെ മകളായിട്ടുള്ള ആയിഷയോട് യാത്ര പറയാണ്. അവൾ തന്നെ ഞെട്ടിപ്പോയി. എന്തുകൊണ്ടാണ് ആൾക്കാരൊക്കെ എനിക്ക് ഇത്രയും ബഹുമാനം തരുന്നത്? അങ്ങനെ ആളുകളൊക്കെ പോയി കഴിഞ്ഞു. ഇപ്പൊ ഈ ഒരു മന്ത്രവാദി അഫയുടെ മൂന്നാമത്തെ ഭാര്യയായിട്ടുള്ള ബീഗം വന്നിട്ട് നമ്മുടെ ആയിഷയെ പരിചയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ജാഫറും പറയാണ്, ഇനി എന്തായാലും നീ ഒറ്റയ്ക്ക് ഇവിടെ നിന്നാ മതി, കൂട്ടുകാരൊന്നും ഇവിടെ നിൽക്കണ്ട. ഫാത്തിമ അതുപോലെ തന്നെ സലീം നിങ്ങൾ തിരിച്ചു പോയിക്കാന്ന് പറയണം. എന്നാൽ വേഗം തന്നെ ആയിഷ പറയണു, വേണ്ട വേണ്ട, ഇപ്പൊ എന്തായാലും അവരെ വിടണ്ട, നാളെ രാവിലെ ആവട്ടെ എന്നിട്ട് തീരുമാനിക്കാന്ന് പറയണം. ആയിക്കോട്ടെ, അതിനു മുന്നേ എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ആയിഷ നീ ഒന്ന് എന്റെ കൂടെ വാന്നിപ്പോ ജാഫർ അവളെ വിളിക്കുകയാണ്. ഇതേ സമയത്തിന് ബീഗം ഇപ്പോ നമ്മുടെ സലീം അതുപോലെ ഫാത്തിമ ഇവർക്ക് രണ്ടുപേർക്കുള്ള മുറി കാണിച്ചു കൊടുക്കാന്നിട്ട് അവരെയും വിളിച്ചുകൊണ്ട് പോവാണ്. ഈ സമയത്ത് ഫാത്തിമ സലീമിനോട് ഒരു സ്വകാര്യം പറയുന്നുണ്ട്. അതായത് അഫ എന്ന് പറഞ്ഞ ആ ഒരു മന്ത്രവാദിയുടെ മാന്ത്രിക വിദ്യകൾ അത് പറഞ്ഞു കൊടുക്കാനായിരിക്കും ആയിഷ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇത് ബീഗം കേൾക്കാണ്. അപ്പൊ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട. ഇന്നൊരു ദിവസം മാത്രം ഇവിടെ നിൽക്കുക, നാളെ രാവിലെ തന്നെ രണ്ടുപേരും ഇവിടുന്ന് പോയിക്കോണമെന്ന് പറയാണ്. കാരണം നിങ്ങൾ ടിവിയിൽ കാണുന്നത് പോലെയുള്ള ഒരു സ്ഥലമല്ല ഇത്. ഇതിനുശേഷം ജാഫറിനെയും അതുപോലെ ആയിഷയും കാണിക്കുകയാണ്. ഇപ്പൊ ജാഫറിനോട് ആയിഷ ചോദിക്കുന്നുണ്ട്, ആരാണ് എന്റെ ഉപ്പയെ കൊന്നത്? ജാഫറിനും അറിയില്ല എന്ന് പറയാണ്. ഇനി അദ്ദേഹത്തിന് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഒന്നും എനിക്കറിയില്ല. നീ എന്തായാലും ഇവിടേക്ക്, നിനക്ക് അവകാശപ്പെട്ട ഒരു കാര്യം എന്റെ കയ്യിലുണ്ട്, അതെടുത്ത് ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഈ ഒരു ജാഫർ അവിടെ നിന്ന് പോവാണ്. ഇതേ നേരം തന്നെ ആ മുറിയിൽ ആയിഷ ഒറ്റയ്ക്കാണല്ലോ. അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു കർട്ടൻ കാണുന്നുണ്ട്. ആ കർട്ടന്റെ മറുഭാഗത്ത് ആ ഒരാൾ നിൽക്കുന്നത് പോലെ, അതായത് നമ്മൾ തലയിലൂടെ ഒരു തുണിയിട്ട് നടക്കുമ്പോൾ ആ ഒരു രൂപമായിട്ട് നമുക്ക് കാണാൻ കഴിയല്ലോ. അതുപോലെ എന്തോ ഒന്ന് അനങ്ങുന്നതായിട്ട് അവൾക്ക് തോന്നിയപ്പോൾ ആ ഒരു കർട്ടൻ മാറ്റി നോക്കുന്നുണ്ട്. പക്ഷെ പ്രത്യേകിച്ചൊന്നും അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇതിനുശേഷം ആയിഷ തിരിയുന്ന സമയത്ത് വീണ്ടും അവളുടെ പിന്നാലെ ആ രൂപം വരികയാണ്. പെട്ടെന്ന് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുള്ള ആ ഒരു ചുവന്ന രൂപം ഓടി വന്ന് ആയിഷയെ പിടിച്ചുകൊണ്ട് നിലത്തേക്ക് എടുത്ത് ചാടുകയാണ്. ഭയന്ന് വിറച്ചുകൊണ്ട് വിട് എന്നെ വിട് എന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങനെ നിലവിളിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ജാഫർ വരികയാണ്. എന്നാൽ എന്താ പറ്റിയത്? എന്തെങ്കിലും കണ്ട് പേടിച്ചു എന്നൊന്നും ഈ ജാഫർ ചോദിക്കുന്നില്ല. പകരം ആ ഒരു പുസ്തകം കൊടുത്തിട്ട് പറയാണ്, ഇത് നിന്റെ അച്ഛന്റെ പുസ്തകമാണ്, വേണമെങ്കിൽ ഈ ഒരു കാര്യം നിനക്ക് ഏറ്റെടുക്കാം, ഈ വഴിക്ക് നിനക്ക് പോകാം. സത്യം പറയുകയാണെങ്കിൽ ആയിഷയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ഏത് വഴി, ഞാൻ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? ഇപ്പൊ ജാഫർ ആയിഷയോട് പറയണം, നീ പേടിക്കൊന്നും വേണ്ട, മനസ്സിലാവാത്ത പല കാര്യങ്ങളും ഇന്ന് രാത്രിയിൽ നിനക്ക് മനസ്സിലാവും. ഇന്ന് ഞാൻ നിന്നെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്, അവിടെ പോയാൽ നിനക്കെല്ലാം മനസ്സിലാവുമെന്ന് ജാഫർ പറയാണ്. പക്ഷേ രാത്രി ആകുന്നത് വരെ നീ കാത്തിരിക്കണം. ഇതേ നേരം തന്നെ ആയിഷയുടെ സുഹൃത്തായിട്ടുള്ള സലീം ഉണ്ടല്ലോ, ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ആരും അധികം പോവാത്ത ആ ഒരു പഴയ പ്രയർ ഹാൾ ഉണ്ടല്ലോ, അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അപ്പൊ അവിടെ എത്തിയപാട് തന്നെ ചെറിയൊരു മൈക്ക് കാണുന്നുണ്ട്. അപ്പോൾ ചെറുതായിട്ട് അതിലൂടെ ഒന്ന് എന്താ പറയാ ഓതുക എന്നൊക്കെ പറയും, അതായത് ഖുർആൻ വായിക്കുക. ഇതൊക്കെ ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങോട്ടേക്ക് ജാഫർ വന്നിട്ട് പറയാണ്, സലീം നിനക്ക് ഇവിടെ വെച്ച് പ്രാർത്ഥിക്കണമെങ്കിൽ നീ പ്രാർത്ഥിച്ചോ, പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ചില നിയമങ്ങളുണ്ട്. ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും പുറത്ത് ആരും അറിയാൻ പാടില്ല. അതായത് ഇവിടുത്തെ പ്രാർത്ഥിക്കുന്ന ആ ഒരു ശബ്ദമൊന്നും പുറത്തേക്ക് പോകാൻ പാടില്ല. അതുകൊണ്ട് ആ രീതിയിൽ ചെയ്താൽ മതി എന്ന് പറയണം. ഇതും പറഞ്ഞുകൊണ്ട് ജാഫർ അവിടെ നിന്ന് പോകണം. എന്തുകൊണ്ടാണ് ഇയാൾ ഇത്രയും രൂക്ഷമായിട്ട് പെരുമാറിയെന്ന് ഇപ്പൊ സലീമിന് മനസ്സിലാവുന്നില്ല. എന്തായാലും ഇത് നമ്മുടെ സ്ഥലമല്ലോ, വെറുതെ ഒരു അലമ്പിന് നിൽക്കണ്ട എന്ന് കരുതിയിട്ട് സലീം ഇപ്പോ ശബ്ദം ഉണ്ടാക്കാതെ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. എന്നാൽ അവൻ പറയുന്ന ഓരോ വാക്കുകളും പിന്നീട് ആരും ഒരാൾ റിപ്പീറ്റ് ചെയ്യുന്നത് പോലെ അവന് തോന്നുന്നുണ്ട്. എന്നാൽ അത് തോന്നലായിരിക്കും എന്ന് കരുതിയിട്ട് അവൻ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അവന്റെ വലതുഭാഗത്തായിട്ട് മരണപ്പെട്ടു പോയ മന്ത്രവാദിയായിട്ടുള്ള അഫയുടെ തല, അറ്റുപോയ തല അവനിങ്ങനെ കാണുകയാണ്. ആദ്യം ഒന്ന് പേടിച്ചു പോയെങ്കിലും ഇല്ല, ഇതെന്റെ വെറും തോന്നലാണ് എന്ന് കരുതിയിട്ട് വീണ്ടും അവൻ പ്രാർത്ഥിക്കാൻ നിൽക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആ ഒരു തല അവിടെ നിന്ന് കാണാതായിട്ടുണ്ട്. അതായത് അത് അവന്റെ വെറും തോന്നൽ മാത്രമായിരുന്നു എന്നൊരു വിശ്വാസത്തില് അവനിപ്പോ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് എഴുന്നേറ്റ് നോക്കുമ്പോൾ ആകെ ഞെട്ടിപ്പോയി. അതായത് മുന്നോട്ട് നോക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അവനിപ്പോ എഴുന്നേറ്റ് നോക്കിയപ്പോൾ അവനിങ്ങനെ തിരിഞ്ഞു നിൽക്കുകയാണ്. പെട്ടെന്ന് പേടിച്ചു പോയതുകൊണ്ട് തന്നെ അവൻ വേഗം അവന്റെ റൂമിലേക്ക്, അതായത് ബീഗം അവർക്ക് കൊടുത്ത ഒരു റൂം ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് ഓടി ചെല്ലുകയാണ്. അവിടെ തന്നെ ഫാത്തിമയുണ്ടല്ലോ, ഫാത്തിമയോട് ഈ കാര്യം സലീം പറയുന്നുണ്ട്. അതായത് എന്തിനാണ് പ്രാർത്ഥിക്കേണ്ട എന്ന് ജാഫർ വന്ന് എന്നോട് പറഞ്ഞത്. എല്ലാ നാട്ടിലും പ്രാർത്ഥിക്കുന്ന ശബ്ദമൊക്കെ എല്ലാവരും കേൾക്കണം, പുറത്തേക്ക് എല്ലാവരും കേൾക്കുന്ന രീതിയിലാണ് ഉറക്കനെയാണ് പ്രാർത്ഥിക്കുക. പക്ഷെ എന്തുകൊണ്ടായിരിക്കും ജാഫർ ആ ശബ്ദമൊന്നും പുറത്തേക്ക് കേൾക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്? ഞാൻ വന്നപ്പോൾ മുതലേ നോക്കുകയാണ്, ഇവിടെ എന്തോ ഒരു മിസ്റ്ററി ഉണ്ട്, അതെനിക്ക് ഉറപ്പാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഫാത്തിമ പറയുന്ന സലീമെ നീ പറഞ്ഞ ശരിയാടാ. കാരണം ഈ ഒരു ഗ്രാമം ഉണ്ടല്ലോ, അതായത് ദിഗ, ഈ ഗ്രാമത്തിനെ കുറിച്ച് പണ്ട് മുതലേ ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. എന്നാൽ അത് സത്യമാണോ നുണയാണോ എന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. എന്താ നീ കേട്ട ആ ഒരു കാര്യം എന്ന് സലീം ചോദിച്ചപ്പോ ഫാത്തിമ ആ ഒരു കാര്യം പറയണം. അതായത് പണ്ട് ഈ നാട്ടില് ഒരു ചെകുത്താൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആൾക്കാരെല്ലാം ആ ഒരു ചെകുത്താന് ഭയന്ന് പ്രാർത്ഥിക്കാറൊന്നുമില്ല, എന്നാൽ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പൊ എന്റെ സംശയം എന്താണെന്ന് വെച്ചാൽ ദൈവത്തിനോടല്ല ഇവര് പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇവരാരോടാണ് പിന്നീട് പ്രാർത്ഥിക്കുന്നത്? ഈ നാട്ടുകാർ ആരെയാണ് ആരാധിക്കുന്നത്? ആ ഒരു കൺഫ്യൂഷനിൽ ഇവരിയ്ക്കുന്ന സമയത്ത് നേരത്തെ ജാഫർ നമ്മുടെ ആയിഷയ്ക്ക് ഒരു പുസ്തകം കൊടുത്തായിരുന്നല്ലോ. ആ
ആ പുസ്തകവുമായിട്ട് അവൾ അതിലൂടെ നടന്നു പോവാണ്. എന്നാൽ ഈ ഫാത്തിമ അതുപോലെ തന്നെ സലീം ഇവർ രണ്ടുപേരും വലിയ മൈൻഡൊന്നും അവൾ ആക്കുന്നില്ല. ഇപ്പൊ സലീമിനോട് ഫാത്തിമ പറയണത് നീ എന്തായാലും ഇവിടെ ഇരിക്കും, ഞാൻ ഒന്ന് പോയി അവളോടൊന്ന് സംസാരിക്കട്ടെ. ഇപ്പൊ ആയിഷ ആ ഒരു ബുക്കുമായിട്ട് നേരെ മുറിയിൽ പോയിട്ട് ആ ഒരു പുസ്തകം നെഞ്ചോട് ചേർത്ത് പിടിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. ഇതേ നേരം തന്നെ ഫാത്തിമയ്ക്ക് ഒരു ശീലം ഉണ്ടല്ലോ, വീഡിയോ ക്യാമറ അത് ഓൺ ആക്കിയിട്ട് എപ്പോഴും ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ റൂമിൽ കയറിയ പാട് തന്നെ ക്യാമറ ഓൺ ആക്കിയിട്ട് ടേബിളിൽ വെക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ അവളുടെ കൈ അവിടെ തട്ടി ചെറുതായിട്ടൊന്ന് മുറിഞ്ഞ് ഇച്ചിരി രക്തം വരുന്നുണ്ട്. അപ്പൊ വേഗം നമ്മുടെ ആയിഷയെ ഒന്ന് ആക്കാൻ വേണ്ടിയിട്ട് ഫാത്തിമ വേഗം അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയണം, നീയും നിന്റെ അച്ഛനെ പോലെ തന്നെ മന്ത്രവാദിയാകാൻ പോവല്ലേ, ദാ എന്റെ കയ്യിൽ ഒരു മുറിവായിട്ടുണ്ട്, നീ വേഗം നിന്റെ അച്ഛനെ പോലെ തന്നെ മന്ത്രം ചൊല്ലി ഇതൊന്ന് മായ്ച്ചു കളഞ്ഞെന്ന് പറയണം. സത്യത്തിൽ ഫാത്തിമ ആയിഷയെ ഒന്ന് കളിയാക്കാൻ വേണ്ടി ചുമ്മാ ചെയ്തതാണ് ഈ ഒരു കാര്യം. എന്നാൽ എത്രയോ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളതുപോലെ എങ്ങനെയാണോ മന്ത്രവാദിയായിട്ടുള്ള ആഫ ചെയ്യുന്നത് അതുപോലെ തന്നെ ആയിഷ ചില മന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് അയാളുടെ കൈകൾ കൊണ്ട് അയാൾ ചെയ്യുന്ന അതുപോലെ തന്നെ ഇപ്പൊ ആയിഷ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ആയിഷ എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടുണ്ടാവും. എന്തായാലും ഇത് ഇവിടെ നിൽക്കട്ടെ. ഇപ്പോ നമ്മുടെ സലീം ഒറ്റയ്ക്കാണല്ലോ. അവൻ നോക്കുന്ന സമയത്ത് ഈ മന്ത്രവാദിയായിട്ടുള്ള അഫ ഇയാളുടെ ഭാര്യ, വെറും ഭാര്യയല്ല മൂന്നാമത്തെ ഭാര്യയായിട്ടുള്ള ബീഗം, അവര് ഗർഭിണിയാണ് കേട്ടോ. അവരാണെങ്കിൽ ഒരു ഭക്ഷണം എടുത്തുകൊണ്ട് നേരെ ഒരു റൂമിലേക്ക് ചെന്നിട്ട് ആ റൂമിൽ ആ ഒരു ഭക്ഷണം വെച്ചിട്ട് ഞാൻ പറയാതെ നീ പുറത്തേക്ക് ഇറങ്ങരുത് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. എന്നാൽ ബേഗം അവിടുന്ന് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ സലീമിന്റെ ഉള്ളിൽ ഒരു ക്യൂരിയോസിറ്റി വരികയാണ്, ആരായിരിക്കും അതിന്റെ ഉള്ളിൽ. അതുകൊണ്ട് തന്നെ അവർ പോയി കഴിഞ്ഞു എന്ന് ഉറപ്പായപ്പോൾ അവൻ പതിയെ അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. ആ റൂമിന്റെ ഉള്ളിലേക്ക് നോക്കുന്നുണ്ട്, പക്ഷെ ആരെയും കാണുന്നില്ല. ഇതേ സമയത്ത് അങ്ങോട്ടേക്ക് ഒരാൾ വരുന്നുണ്ട്, മറ്റാരുമല്ല ഇവരുടെ കൂട്ടുകാരിയായിട്ടുള്ള ആയിഷ. എന്നാൽ വന്ന വാർഡ് തന്നെ സലീമിനോട് ചിരിച്ചു കളിച്ചാ സംസാരിക്കുന്നത്. അപ്പൊ സലീം ആകെ ഞെട്ടിപ്പോയി. അല്ല ആയിഷ, നീയല്ല ഇപ്പൊ ഉള്ളിലേക്ക് പോയത്? ഞാനോ? എപ്പോ? ഞാനിപ്പോ വന്നതല്ലേ ഉള്ളൂ. അപ്പൊ നീയാണെന്ന് പറഞ്ഞ് നിന്റെ പിന്നാലെ ഫാത്തിമ ഇപ്പോ നിന്റെ റൂമിലേക്ക് പോയല്ലോ. ആയിഷ ആകെ ഞെട്ടിപ്പോയി, സലീമും ഞെട്ടി. രണ്ടുപേരും വേഗം അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോൾ ഫാത്തിമ ഒന്നുമില്ലാത്ത ശൂന്യമായ ഒരു സ്ഥലത്തേക്ക് നോക്കി അങ്ങനെ സംസാരിച്ചു നിൽക്കുകയാണ്. ഫാത്തിമ ഇപ്പോ ഇവര് വിളിക്കുന്നുണ്ട്. നീ ആരോടാ സംസാരിക്കുന്നതെന്ന് സലീം ചോദിച്ചപ്പോൾ ഫാത്തിമ പറയാണ് ആയിഷയോട്. ആയിഷയോ? അപ്പൊ ഈ നിൽക്കുന്ന ആരാന്ന് ചോദിക്കുകയാണ്. സലീമിന്റെ കൂടെ ആയിഷ ഇപ്പോ ഫാത്തിമ കാണുന്നുണ്ട്. ഫാത്തിമ ഇപ്പൊ ആകെ ഞെട്ടിപ്പോയിട്ട് തൊട്ട് മുന്നിലേക്ക് നോക്കുമ്പോൾ അവിടെ ആരെയും കാണാനില്ല. എന്തായാലും വേഗം ഓടിച്ചെന്ന് ആ ഒരു ക്യാമറ എടുത്ത് നോക്കുകയാണ്, കാരണം അതിൽ വീഡിയോ റെക്കോർഡ് ആവുന്നുണ്ടല്ലോ. അതെടുത്ത് നോക്കിയപ്പോഴും ആ വിഷ്വലിൽ ആരെയും കാണാനില്ല. അതായത് ചുമ്മാ ഒരു ശൂന്യമായ സ്ഥലത്തേക്ക് നോക്കിയിട്ടാണ് ഇത്രയും നേരം ഫാത്തിമ സംസാരിച്ചത്. അതോടുകൂടിയിട്ട് ഇവർക്കൊരു കാര്യം മനസ്സിലായി, സ്ഥലം അത്ര നല്ല സ്ഥലമല്ല. അപ്പൊ നമുക്ക് ഈ രാത്രിയിൽ തന്നെ ഇവിടുന്ന് പോവാന്ന് സലീം പറയുന്നുണ്ട്. മാത്രമല്ല ആയിഷയുടെ കയ്യിലുള്ള ആ ഒരു പുസ്തകം അതെന്താണെന്ന് ചോദിക്കുകയാണ്. അത് ഇവർ തുറന്നു നോക്കാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആയിഷ ആ പുസ്തകം ഇറുക്കി പിടിച്ചിട്ട് പറയാണ്, നിങ്ങൾക്ക് ഇവിടുന്ന് പോകണമെങ്കിൽ നിങ്ങൾ വേഗം പോയിക്കോ. എന്റെ ഉപ്പ എങ്ങനെയായിരുന്നു ആ വഴിയിലേക്ക് ഞാൻ പോവാൻ നിൽക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം നിങ്ങൾ ചെയ്യാം, വേണമെങ്കിൽ ഇപ്പൊ തന്നെ പോയിക്കോ എന്ന് പറഞ്ഞിട്ട് ആയിഷ അവിടുന്ന് പോവാണ്. ഇതിനുശേഷം നേരത്തെ ബേഗം രഹസ്യമായിട്ട് ഒരു മുറിയിൽ ഒരാൾക്ക് ഭക്ഷണം കൊണ്ടേ കൊടുത്തായിരുന്നല്ലോ. മാത്രമല്ല അവനോട് ആ മുറിയിൽ തന്നെ ഇരിക്കാനും പറഞ്ഞായിരുന്നു. ഇപ്പൊ ആ ആളെ കാണിക്കുകയാണ്. അവന്റെ പേര് റഹ്മാൻ എന്നാണ്. വലിയ പ്രായമൊന്നുമില്ല, ഒരു ചെറിയ ചെക്കനാണ്. നമ്മുടെ മന്ത്രവാദിയായിട്ടുള്ള അഫയുണ്ടല്ലോ, അഫയെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് അയാളെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങളെല്ലാം അവൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ റഹ്മാൻ ആരാണെന്ന് നോക്കുകയാണെങ്കിൽ മരണപ്പെട്ടു പോയ അഫയുണ്ടല്ലോ, അഫയുടെ മകൻ കൂടിയാണ്. ഇപ്പൊ റഹ്മാന്റെ അടുത്തേക്ക് ബീഗം വരുന്നുണ്ട്. അപ്പൊ ബീഗത്തിനോട് അവൻ ചോദിക്കുകയാണ്, അല്ല ഉമ്മ, ആരാണാ വന്നത്? അവളാണോ? ആ വന്ന ആയിഷയാണോ ഇനി അച്ഛന്റെ പിൻഗാമിയായിട്ട് വരാൻ പോകുന്നത്? ഈ സമയത്ത് ബീഗം പറയണം, നീ പേടിക്കൊന്നും വേണ്ട, അവളായിരിക്കില്ല മിക്കവാറും, നീ എന്തായാലും നിന്റെ ജോലി ചെയ്തോന്ന് പറഞ്ഞിട്ട് ബീഗം പിന്നീട് കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ്. അവൾ ഗർഭിണി ആയതുകൊണ്ട് തന്നെ അതിന്റേതായ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഉറങ്ങുന്ന സമയത്ത് അവളുടെ ദേഹത്തു നിന്നും പതിയെ പതിയെ ആ ഒരു പുതപ്പ് അത് പോകുന്നത് പോലെ അവൾക്ക് ഫീൽ ആവുകയാണ്. പിന്നീട് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ തൊട്ട് താഴെയായിട്ട് ഈ പുതപ്പിനടിയിലായിട്ട് റഹ്മാൻ അങ്ങനെ ഇരിക്കുന്നുണ്ട്. മാത്രമല്ല റഹ്മാൻ പറയാണ്, ഉമ്മ വേഗം എന്റെ കൂടെ ഇവിടെ വന്നിരിക്കുക, കാരണം ഇവിടെയാണ് സേഫ്, ഉപ്പയുടെ ആത്മാവ് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് പറയാണ്. വേഗം തന്നെ ബീഗവും അവന്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ആ ഒരു പുതപ്പിനുള്ളിൽ കയറിയിരിക്കുകയാണ്. ഇതേ നേരം തന്നെ മരണപ്പെട്ടു പോയ അഫയുടെ ആത്മാവുണ്ടല്ലോ, അത് പതിയെ പതിയെ ഇങ്ങോട്ടേക്ക് വരുന്നതായിട്ട് ബീഗത്തിന് ഫീൽ ആവുന്നുണ്ട്, അല്ലെങ്കിൽ കാണുന്നുണ്ട്. ഇപ്പൊ റഹ്മാനോട് ബീഗം പറയണം, നീ പേടിക്കൊന്നും വേണ്ട കേട്ടോ, ഉമ്മ കൂടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ നോക്കിയപ്പോൾ റഹ്മാന് പകരം അവിടെ ഉണ്ടായിരുന്നത് ദേഹം മുഴുവൻ രക്തമായിട്ടുള്ള ഒരു വല്ലാത്ത രൂപമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ ആ സമയത്ത് അവരുടെ ഗർഭം അലസിപ്പോവാത്തത് അവരുടെ ഭാഗ്യം എന്ന് പറയും. ആ രീതിയിൽ അവർ പേടിച്ചു പോയിട്ടുണ്ട്. എന്നാൽ പെട്ടെന്ന് തന്നെ ഇപ്പൊ ബീഗം ചാടി എഴുന്നേൽക്കാണ്. അതായത് ഇത് വെറും ഒരു ദുസ്വപ്നമായിരുന്നു. ഇതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ആയിഷ ഉണ്ടല്ലോ, അവളെയും കൂട്ടിക്കൊണ്ട് ജാഫർ നേരെ ഇവിടെയുള്ള രഹസ്യമായിട്ടുള്ള ഒരു ഗുഹ പോലെയുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോവാണ്. ഈ സ്ഥലത്തിനെ പറ്റി ഇവിടെയുള്ള ആൾക്കാർക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല. ഇവിടെ വെച്ചാണ് നിന്റെ ഉപ്പ അഫയ്ക്ക് എല്ലാ അറിവും കിട്ടിയത്. അദ്ദേഹം ഇതുപോലൊരു മന്ത്രവാദിയായി തീർന്നതും ഇവിടെ വെച്ചാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു പാതയിലേക്ക് വരാൻ നീ തയ്യാറാണോ? തയ്യാറാണെങ്കിൽ ഇനിയുള്ള ചടങ്ങുകൾ ഞാൻ ചെയ്യാൻ പോവാണ്. ഇപ്പൊ ആയിഷ സമ്മതാണെന്ന് പറയണം. ഇതിനുശേഷം ജാഫർ ഈ അഫയുടെ കയ്യിൽ എപ്പോഴും ഒരു കത്തി ഉണ്ടാവാറില്ലേ, ആ കത്തി എടുക്കുകയാണ്. ആ കത്തി ചില പൂക്കൾ കൊണ്ട് തഴുകുന്നുണ്ട്. ഇതിനുശേഷം ആ ഒരു കത്തി എടുത്തുകൊണ്ട് ആയിഷയുടെ കയ്യിലും കുത്തുന്നുണ്ട്, കാലിലും കുത്തുന്നുണ്ട്. എന്നിട്ട് അവളോട് ഒരു കാര്യം പറയാണ്, ഇനി മുതൽ നിന്റെ ശരീരവും ആത്മാവും മനസ്സും എല്ലാം കൊടുക്കേണ്ടത് നിന്റെ ദൈവത്തിനല്ല, റഗ്ദക്ക് വേണ്ടിയിട്ടാണ്. അതിന് നിനക്ക് സമ്മതാണോ ചോദിക്കുമ്പോൾ ആയിഷയും അതേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയാണ്. ഇതേ സമയത്ത് തന്നെ ആയിഷയ്ക്ക് ഒരു ഇല്യൂഷൻ കാണാൻ കഴിയുന്നുണ്ട്. അതായത് അന്ന് രാത്രിയിൽ തല അറ്റുപോയിട്ട് അഫ മരിച്ചായിരുന്നല്ലോ, ആ അറ്റുപോയ തലയും പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന റഹ്മാനെ അവള് കാണുന്നുണ്ട്. അതായത് അവളുടെ മൈൻഡിൽ കാണുകയാണ് ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് പോലും അവൾക്ക് മനസ്സിലാവുന്നില്ല. മാത്രമല്ല കൈയും കാലും മുറിച്ചുകൊണ്ട് രഗ്ദ എന്ന ഒരു ചെകുത്താനെയാണ് അവൾ ആരാധിക്കുന്നതെന്ന് പറഞ്ഞില്ലേ. അടുത്ത നിമിഷം തന്നെ അവളുടെ
കാലിലെയും കയ്യിലെയും ആ ഒരു രക്തം വന്നിട്ട് ഈ ചെകുത്താൻ നക്കി കുടിക്കാൻ തുടങ്ങുകയാണ്. ഇതേ നേരം വീട്ടിന്റെ ഉള്ളിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന റഹ്മാൻ പുറത്ത് എന്തോ ഒന്ന് സംഭവിക്കുന്നുണ്ട് എന്ന് മനസ്സിലായിട്ട് അവൻ വേഗം പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ ഒരു വല്ലാത്ത അവസ്ഥയിലായിട്ട് ആയിഷ, അതായത് അവളുടെ ശരീരം ഇപ്പോൾ അവളുടെ കൺട്രോളിലല്ല. അവൾ അങ്ങനെ ആ ഒരു തെരുവിലൂടെ നടക്കുന്നുണ്ട്. മാത്രമല്ല അവളുടെ പിന്നാലെ തന്നെ അവൾക്ക് വഴി കാണിച്ചുകൊണ്ട് ജാഫറും ഉണ്ട്. മാത്രമല്ല അവൾ പോകുന്ന വഴിയിലെല്ലാം ഒരു പ്രത്യേകതരം വെള്ളം ഒഴിക്കുന്നുണ്ട്. അതിന്റെ കൂടെ ചില മന്ത്രവാക്യങ്ങളും ഉച്ചരിക്കുന്നുണ്ട്. ഈ കാര്യം ഇപ്പോൾ റഹ്മാൻ കാണുന്നുണ്ട്. എന്നാൽ അതേ നേരം തന്നെ റഹ്മാനെ ആയിഷ വല്ലാത്തൊരു നോട്ടം നോക്കുന്നുണ്ട് കേട്ടോ. അതായത് ഒരു ഡെവിൾ സ്മൈൽ എന്നൊക്കെ പറയില്ലേ, ചെകുത്താന്റെ ചിരി, അമ്മാതിരി ഒരു ചിരി ഇപ്പോൾ റഹ്മാനെ നോക്കിയിട്ട് അവൾ ചിരിക്കുകയാണ്. അതിൽ നിന്ന് തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ആയിഷയുടെ ശരീരത്തിന്റെ കൺട്രോൾ ഇപ്പോൾ അവളുടെ കയ്യിലല്ല. മാത്രമല്ല ആയിഷ ആ ഒരു തെരുവിലൂടെ കൊണ്ടുപോകുന്നുണ്ടല്ലോ, അവിടുത്തെ നാട്ടുകാരൊക്കെ അത് നോക്കി നിൽക്കുകയാണ്. ഇവിടെ നടക്കുന്ന ഈ കാര്യങ്ങളുമായിട്ട് നാട്ടുകാർക്കും ബന്ധമുണ്ട്. ഇപ്പോൾ വീട്ടിന്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ സലീമിന് മനസ്സിലായി ഇവിടെ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. അതുകൊണ്ട് ആയിഷ ഫാത്തിമ രണ്ടുപേരെയും കൂട്ടിയിട്ട് ഇവിടുന്ന് പോകണം. ആ നേരത്ത് അങ്ങോട്ടേക്ക് റഹ്മാൻ വരുന്നുണ്ട് കേട്ടോ. ഈ റഹ്മാനെ ഇപ്പോഴാണ് നമ്മുടെ സലീം കാണുന്നത്. മാത്രമല്ല റഹ്മാന്റെ ഒരു കാലിന് എന്തോ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് അവൻ ഞൊണ്ടിയാണ് നടക്കുന്നത്. അതുപോലെ റഹ്മാൻ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ സലീമിനോട് കാര്യം പറയുന്നുണ്ട്. ആയിഷ ഫാത്തിമ അവരെ രണ്ടുപേരെയും നിനക്ക് ഇവിടുന്ന് കൊണ്ടുപോകാൻ കഴിയില്ല. അതുപോലെ ആയിഷയുടെ ഉള്ളിലേക്ക് ഒരു ചെകുത്താന്റെ ശക്തി കയറിയിട്ടുണ്ട്. ഇവിടെ നിന്ന് രക്ഷപ്പെടുന്ന ചെറിയൊരു ആഗ്രഹമെങ്കിലും നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ഒരേ ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ മതി. നേരെ ആരും ഉപയോഗിക്കാത്ത ആ ഒരു പഴയ പ്രാർത്ഥന ഹാൾ ഉണ്ടല്ലോ, അവിടെ പോയിട്ട് നിങ്ങൾ ഉറക്കനെ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. അതെല്ലാവരും കേൾക്കണം. എന്നാൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാവുള്ളൂ എന്ന് റഹ്മാൻ പറയാണ്. ഇതിനുശേഷം നമ്മുടെ ആയിഷയെ കാണിക്കുകയാണ്. അതായത് ആ ഒരു കർമ്മവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എപ്പോഴാണ് റൂമിൽ വന്ന് കിടന്നതെന്ന് പോലും അവൾക്ക് ഓർമ്മയില്ല. എന്നാൽ കയ്യിലേക്കും കാലിലേക്കും നോക്കുമ്പോൾ എന്തൊക്കെയോ ചില മുറിവുകളുടെ പാടും കാണുന്നുണ്ട്. പക്ഷെ ചെറിയൊരു ഓർമ്മ ആയിഷയുടെ ഉള്ളിലുണ്ട് കേട്ടോ. അതായത് ദൈവത്തിന് പകരം ചെകുത്താനെ അവൾ വണങ്ങി എന്നുള്ളൊരു തോന്നൽ അവളുടെ മനസ്സിൽ വരികയാണ്. ആ വലിയ മഹാപാപം അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേഗം പ്രാർത്ഥിക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു വസ്ത്രമെല്ലാം ധരിച്ചുകൊണ്ട് വേഗം ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. ഇതേ സമയത്ത് തന്നെ റഹ്മാൻ പറഞ്ഞതനുസരിച്ച് സലീം ആ ഒരു പഴയ പ്രയർ ഹാൾ ഉണ്ടല്ലോ, അങ്ങോട്ടേക്ക് പോയിട്ട് ഉറക്കനെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നുണ്ട്. ഇത് ആ നാട്ടുകാരും അവിടെയുള്ള എല്ലാവരും കേൾക്കുന്നുണ്ട്. ഇപ്പൊ നിസ്കരിക്കുന്ന, അതായത് പ്രാർത്ഥിക്കുന്ന ആയിഷ വരെ അത് കേൾക്കുകയാണ്. കേട്ടപ്പോൾ തന്നെ അവളുടെ ഉള്ളിൽ വല്ലാത്തൊരു വേദന ഫീൽ ആവുന്നുണ്ട്. അവൾക്ക് മാത്രമല്ല ഈ നാട്ടുകാർക്ക് മുഴുവനും. ചെറിയ വേദനയൊന്നുമല്ല, ആ പ്രാർത്ഥന കേൾക്കും തോറും എല്ലാവരുടെ ഉള്ളിൽ നിന്നും രക്തം വരെ പുറത്തേക്ക് വരുന്ന ഛർദ്ദിക്കാൻ തുടങ്ങുകയാണ്. എന്തിനു പറയണം, ഈ അഫയുടെ ശിഷ്യനായിട്ടുള്ള ജാഫർ ഉണ്ടല്ലോ, അവനൊരു കുടുംബമുണ്ട്. അവന്റെ മകള് വരെ വേദനിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റ് ആ കുഞ്ഞും ചോര ഛർദ്ദിക്കാൻ തുടങ്ങുകയാണ്. വേഗം തന്നെ ജാഫർ ഓടി വന്ന് മകളെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഇതേ സമയത്ത് അവിടെ നിന്ന് ഉറക്കിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സലീം അവനത് പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. അവന്റെ കഴുത്തിൽ എന്തോ ഒന്ന് വന്ന് ഇറക്കി പിടിക്കുകയാണ്. പക്ഷെ അതെന്താണെന്ന് അവന് കാണാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ ആയിഷ, അവൾക്കും ആ ഒരു പ്രാർത്ഥനയുടെ ശബ്ദം കേട്ട് എന്തോ പോലെ ആയിട്ട് നിലത്ത് കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവളുടെ പ്രതിബിംബം കണ്ണാടിയിൽ വെച്ച് അവളെ രൂക്ഷമായിട്ട് അങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അതായത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ അവളുടെ ആത്മാവ്, അവളുടെ ആ ഒരു സോള്, അതൊന്നും ഇപ്പൊ അവളുടെ കയ്യിലല്ല. അതുപോലെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സലീമിന്റെ കഴുത്തിൽ എന്തോന്ന് കയറി പിടിച്ചെന്ന് പറഞ്ഞില്ല, അവനെ പിടിച്ച് വലിച്ചെറിയുന്നുണ്ട്. അതായത് ആ പ്രാർത്ഥന അവന് പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. ഇതേ നേരം തന്നെ വീട്ടിന്റെ ഉള്ളിലുണ്ടായിരുന്ന ആയിഷ അതുപോലെ ഫാത്തിമ രണ്ടുപേരും അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. ഇവർ പറയാണ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുക. അങ്ങനെ സലീം മുന്നിൽ നിൽക്കുന്നുണ്ട്, അതുപോലെ ആയിഷ പിന്നിൽ നിൽക്കുന്നുണ്ട്. അവർ പ്രാർത്ഥന തുടങ്ങുകയാണ്. എന്നാൽ അല്പനേരം കഴിഞ്ഞപ്പോൾ ആയിഷയെ കാണുന്നില്ല. മാത്രമല്ല മുകളിലേക്ക് നോക്കുമ്പോൾ ഒരുമാതിരി എട്ടുകാലിയെ പോലെ അവൾ ആ ഒരു പ്രാർത്ഥിക്കുന്ന ആ ഒരു വസ്ത്രമെല്ലാം ധരിച്ചുകൊണ്ട് വല്ലാത്ത രീതിയിൽ അള്ളി പിടിച്ച് അങ്ങനെ നടക്കുകയാണ്. അതായത് അവളുടെ ഉള്ളിലേക്ക് ഒരു ആത്മാവ് അല്ലെങ്കിൽ ആ ഒരു ദുഷ്ടശക്തി അത് പൂർണ്ണമായിട്ടും കയറി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവളുടെ മുഖം തന്നെ വല്ലാത്തൊരു രീതിയിൽ മാറിപ്പോയിട്ടുണ്ട്. ഇത് സലീമും അതുപോലെ തന്നെ ഫാത്തിമയും കണ്ട് ഞെട്ടിപ്പോവാണ്. ഇവർ നോക്കിയിട്ട് ആയിഷയാണെങ്കിൽ വല്ലാത്ത രീതിയിൽ ആക്രോശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ നേരം അങ്ങോട്ടേക്ക് റഹ്മാനും വരികയാണ്. എന്നാൽ റഹ്മാൻ വന്ന വാർഡ് തന്നെ അവന്റെ കഴുത്തിലേക്ക് ചാടി കയറി പിടിച്ച് അവനെ കൊല്ലാൻ നോക്കുകയാണ് ഇപ്പൊ ആയിഷ. എന്നാൽ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ബീഗം വരികയാണ്. ഇപ്പൊ റഹ്മാനെ രക്ഷപ്പെടുത്തുന്നുണ്ട്. ഇതിനുശേഷമാണ് നമ്മുടെ ആയിഷ സുബോധത്തിലേക്ക് തിരിച്ചു വരുന്നത്. അവൾക്ക് മനസ്സിലായി ഇത്രയും നേരം അവൾ എന്തൊക്കെയോ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നെന്ന് അവൾക്കും ചുറ്റുള്ള ആൾക്കാർക്കൊന്നും മനസ്സിലാവുന്നില്ല. വേഗം തന്നെ ഇവര് വീട്ടിന്റെ ഉള്ളിലേക്ക് പോവാണ്. ഏകദേശം രാവിലെ ആകാനായപ്പോഴേക്കും ഒരുപാട് നാട്ടുകാരും കൂടെ തന്നെ ജാഫറും ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ജാഫർ വന്ന വാർഡ് തന്നെ നമ്മുടെ രണ്ട് പിള്ളേരെയും, അതായത് സലീം ഫാത്തിമ രണ്ടുപേരെയും വാൺ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് സലീമിനോട്, നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതാ, വാണിംഗ് തന്നതാ, അവസാനത്തെ വാണിംഗ് തന്നതാ. ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടേതായ ചില നിയമങ്ങളുണ്ട്, അത് പാലിക്കുകയാണെങ്കിൽ മാത്രം ഇവിടെ നിന്നാ മതി. നീ നിൽക്കണ്ട, നീ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോ, അതാണ് ഞങ്ങൾക്കും നിനക്കും നല്ലത് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ വന്നിട്ട് ഇപ്പൊ സലീമിനെ ഭീഷണിപ്പെടുത്തുകയാണ്. പിന്നീട് അവരെല്ലാവരും പോകുന്നുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞപ്പോ ഇവർക്ക് എല്ലാവർക്കും ആകെ ഒരു കൺഫ്യൂഷനാണ്. സത്യം പറഞ്ഞാൽ എന്താണ് ഈ ഗ്രാമത്തിൽ നടക്കുന്നത്, ആരാണ് ഈ മനുഷ്യരെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത്? ഈ കാര്യമെല്ലാം ബീഗത്തിനോട് ഇവർ ചോദിക്കുകയാണ്. ഈ സമയത്ത് ബീഗം അവൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറയാൻ തുടങ്ങുകയാണ്. അതായത് അഫ എന്ന് പറഞ്ഞ ആ ഒരു മന്ത്രവാദിക്ക് 3 ഭാര്യമാരുണ്ട്. ഞാൻ 3ാമത്തെ ആളാണ്. പക്ഷേ ആദ്യത്തെ 2 ഭാര്യമാർക്കും എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. 2ാമത്തെ ഭാര്യയിലുള്ള മകനാണ് ഈ നിൽക്കുന്ന റഹ്മാൻ. പക്ഷേ ഞാൻ ഇവനെ ചെറുപ്പം മുതലേ എന്റെ സ്വന്തം മകനായിട്ടാണ് നോക്കി വളർത്തിയത്. പക്ഷെ എന്തിനാണ് ഈ റഹ്മാനെ റൂമിൽ തന്നെ എപ്പോഴും വെച്ചിരിക്കുന്നത്? അതായത് ഒളിപ്പിച്ച് വളർത്തുന്ന പോലെ ഈ സമയത്ത് റഹ്മാൻ അവന്റെ ഒരു കാല് കാണിച്ചു കൊടുക്കുകയാണ്. നേരത്തെ ഞൊണ്ടി അവൻ വന്നു എന്ന് പറയുന്നില്ലേ, സത്യം പറഞ്ഞാൽ അവന്റെ ഒരു കാലിന് സ്വാധീനമില്ല. ഇത്രയും വലിയ മന്ത്രവാദിയായിട്ടുള്ള അഫയ്ക്ക് അയാളുടെ സ്വന്തം മകനെ തന്നെ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയില്ല
കഴിയില്ല എന്ന് നാട്ടുകാർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ അഫയ്ക്ക് ഒരു നാണക്കേടായിരുന്നു. അതുകൊണ്ടാണ് ഇതുപോലെ റഹ്മാനെ ഒളിച്ചു വളർത്തിയത്. ഈ സമയത്ത് ആയിഷ ഇവരോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പൊ ആരാണ് ശരിക്കും എന്റെ ഉപ്പയെ, അതായത് അഫയെ കൊന്നത്? ഇത് കേട്ടപാട് തന്നെ റഹ്മാൻ ഉണ്ടല്ലോ, അവന് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. നീ എന്തിനാണ് ഈ ഒരു കാര്യത്തിന്റെ പിന്നാലെ ഇങ്ങനെ പോകുന്നത്? നീ ഇങ്ങോട്ടേക്ക് വന്നത് നിന്റെ അച്ഛനെ കൊന്നത് ആരാണ് എന്ന് കണ്ടുപിടിക്കാനാണോ? എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നമ്മുടെയൊക്കെ ഉപ്പയുണ്ടല്ലോ അഫ, അദ്ദേഹം ഒരിക്കലും ഒരു നല്ല മനുഷ്യനല്ല. അയാളുടെ വഴിക്ക് നീ പോവാതിരിക്കുന്നതാണ് നിനക്ക് ഏറ്റവും നല്ലത് എന്ന് ആയിഷയോട് റഹ്മാൻ പറയുന്ന സമയത്ത് ആയിഷ എന്തുകൊണ്ടെന്നറിയില്ല ഭയങ്കരമായിട്ട് ദേഷ്യം പിടിക്കുകയാണ്. അദ്ദേഹം ശരിയാണ്, അദ്ദേഹം ചെയ്തതെല്ലാം ശരിയാണെന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക ഭാവത്തിൽ അവൾ മുറിയിൽ കയറി കഥ കിടക്കുകയാണ്. ഇതേ നേരം തന്നെ നമ്മുടെ ഫാത്തിമ സലീം രണ്ടുപേരും അവരുടെ പെട്ടിയും കാര്യങ്ങളൊക്കെ പേക്ക് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോവാന്നുള്ള ആ ഒരു പ്ലാനിലാണ്. അപ്പൊ പോകുന്നതിന് മുന്നേ ആയിഷയെ പോയി വിളിക്കുന്നുണ്ടെങ്കിലും അവള് ഡോറ് തുറക്കുന്നില്ല. ഇപ്പൊ ഇവരുടെ അടുത്തേക്ക് റഹ്മാൻ ഉണ്ടല്ലോ, അവൻ വന്നിട്ട് പറയാണ്, എന്റെ ഉമ്മ ചില കാര്യങ്ങളൊക്കെ ഭയം കൊണ്ടാ തോന്നുന്നു നിങ്ങളോട് പറഞ്ഞിട്ടില്ല, പക്ഷെ ആ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാൻ വേണ്ടി പോവാണ്. അതായത് തുടക്കകാലത്തിൽ ഞാനും വിശ്വസിച്ചിരുന്നത് എന്റെ ഉപ്പയായിട്ടുള്ള അഫയുണ്ടല്ലോ അദ്ദേഹത്തിന് എന്തോ ഒരു മാന്ത്രിക ശക്തി ഉണ്ടായിരുന്നു എന്നാണ്. എന്നാൽ ഒരു ഘട്ടത്തിൽ ഞാൻ വിശ്വസിച്ചു വെച്ച എല്ലാ കാര്യങ്ങളും തെറ്റായിരുന്നു എന്ന് എനിക്ക് ബോധ്യമായി. അതെന്ന് മുതലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പോകുന്ന രഹസ്യമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു രഹസ്യമുറി കണ്ടതിന് ശേഷം പിന്നീട് എന്റെ ഉപ്പയെക്കുറിച്ച് പല പഠനങ്ങളും ഞാൻ നടത്തി. മാത്രമല്ല രഹസ്യമായിട്ട് ഞാൻ അദ്ദേഹത്തെ നിരീക്ഷിക്കാനും തുടങ്ങി. പിന്നീട് പല സമയത്തും ഈ വീടിനടിയിൽ ഒരു ബേസ്മെന്റ് ഉണ്ട്. ആ ബേസ്മെന്റിന്റെ അടിഭാഗത്ത് കൂടെ ചില മനുഷ്യരുടെ ശവശരീരങ്ങൾ കൊണ്ടുപോകുന്നത് ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ നേരെ ആ ഒരു ബേസ്മെന്റിലേക്ക് പോയി നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ റഹ്മാൻ ഇവർക്കൊരു ചാവി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ചാവിയുമായിട്ട് ഇവർ നേരെ ബേസ്മെന്റിലേക്ക് പോവാണ്. എന്നാൽ കാലിന് വയ്യാത്തത് കൊണ്ട് റഹ്മാൻ ഇവരുടെ കൂടെ പോകുന്നില്ല കേട്ടോ. അങ്ങനെ മുന്നോട്ടേക്ക് പോകുന്തോറും ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ, എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നൊക്കെ ഒരു തെളിവിന് വേണ്ടിയിട്ട് വീഡിയോയിൽ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫാത്തിമ. അവളുടെ ശ്രദ്ധ മുഴുവൻ വീഡിയോ അതുപോലെ ഷൂട്ട് ചെയ്യുന്നതിലായിരുന്നു. പെട്ടെന്ന് സലീമിനെ കാണാതായി. അവൾ ഒറ്റയ്ക്കാണ് ഇപ്പോൾ. മാത്രമല്ല മുന്നോട്ടേക്ക് നോക്കുന്ന സമയത്ത് ഈ മരിച്ചുപോയ അഫയുണ്ടല്ലോ ആ മന്ത്രവാദിയുടെ വലിയൊരു ഫോട്ടോ കാണുകയാണ്. അതെല്ലാം ഇപ്പോൾ ഫാത്തിമ ഷൂട്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ആ ഫോട്ടോയിൽ ഇയാളുടെ കയ്യിൽ ഒരു മാല ഉണ്ടായിരുന്നു. പിന്നീട് ആ ഒരു ഫോട്ടോ മാറ്റിയിട്ട് അവിടുത്തെ വിഷ്വൽസ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു മാല പൊട്ടി അതിന്റെ മുത്തുകൾ ഫാത്തിമയുടെ കാൽച്ചുവട്ടിലേക്ക് വരുന്നതായിട്ട് അവൾക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഇതിപ്പോ എവിടുന്ന മാല പൊട്ടിയത് എന്ന് കരുതിയിട്ട് അവൾ പെട്ടെന്ന് തന്നെ ക്യാമറ തിരിച്ചു നോക്കുമ്പോൾ നേരത്തെ കണ്ട അഫയുടെ ആ ഒരു ഫോട്ടോ ഉണ്ടല്ലോ ആ ഫോട്ടോയിൽ നേരത്തെ അയാളുടെ കയ്യിലൊരു മാല ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പൊ നോക്കുമ്പോൾ ആ മാല കാണാനില്ല. ഇതിനും പുറമെ ഫാത്തിമ മറ്റൊരു കാര്യം ആ റൂമിൽ കാണുകയാണ്. അതായത് ക്യാമറയിലൂടെ നോക്കുമ്പോൾ വെള്ള തുണി പൊതിഞ്ഞ എന്തോ ഒരു രൂപ അവിടെ നിൽക്കുന്നുണ്ട്. എന്നാൽ നേരിട്ട് നോക്കുമ്പോൾ അങ്ങനെയൊന്നിനും കാണാനും പറ്റുന്നില്ല. പക്ഷേ ക്യാമറയിലേക്ക് നോക്കുമ്പോൾ അത് അവളുടെ അരികിലേക്കാണ് വരുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. പെട്ടെന്ന് തന്നെ അവൾ നിലവിളിച്ച് കരയാണ്. അപ്പൊ ആ ശബ്ദം കേട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴിപിരിഞ്ഞു പോയല്ലോ ഫാത്തിമ സലീം. അപ്പൊ ഫാത്തിമയുടെ ആ ഒരു കരച്ചിൽ കേട്ടപ്പോൾ സലീം അങ്ങോട്ടേക്ക് ഓടി വരികയാണ്. പിന്നീട് ഫാത്തിമയോട് പറയണ, നീ ഇങ്ങോട്ടേക്ക് വാ, എനിക്കൊരു കാര്യം കാണിച്ചു തരാണ്ട്. അങ്ങനെ രണ്ടുപേരും നേരെ പോകുന്നത് അവിടെ നല്ല സേഫ് ആയിട്ട് ലോക്ക് ചെയ്ത ഒരു ഡോറിനരികിലേക്കാണ്. ഇതിന്റെ ഉള്ളിൽ എന്താണെന്ന് നമുക്ക് നോക്കണ്ടേ. അങ്ങനെ ഇവര് നേരത്തെ റഹ്മാൻ കൊടുത്ത ആ ഒരു ചാവി ഉപയോഗിച്ച് ഈ ഡോറ് തുറക്കുകയാണ്. എന്നാൽ തുറന്ന ഉടനെ തന്നെ ആ ഒരു വാതിൽ പിന്നിൽ നിന്നും ചില ആത്മാക്കളുടെ കൈകൾ വന്നിട്ട് വലിച്ചെടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഫാത്തിമ സലീം രണ്ടുപേർക്കും കാര്യം എന്താണെന്ന് മനസ്സിലായി. ഈ വാതിലിനപ്പുറത്ത് ഒരുപാടധികം ദുരാത്മാക്കളാണ്. തുറന്നു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ ഇവർ പെട്ടുപോകും. അതുകൊണ്ട് പരമാവധി ശക്തിയിൽ അത് തുറക്കാതെ അവരവിടുന്ന് രക്ഷപ്പെട്ടു പോവാണ്. എന്നാൽ പുറത്തേക്ക് പോകാൻ ആവശ്യമായിട്ടുള്ള ആ ഒരു ഡോറ് അതിപ്പോ ലോക്കായി കിടക്കുകയാണ്. എന്നാൽ ഇവർ തിരിഞ്ഞു നോക്കുമ്പോൾ ഇവരുടെ പിന്നിലായിട്ട് വികൃത രൂപികളായിട്ടുള്ള മനുഷ്യരുടെ ആത്മാക്കൾ വന്നിട്ട് ഇവരുടെ മുന്നിൽ അങ്ങനെ തല കുനിച്ച് നിൽക്കുകയാണ്. ഇത് കണ്ട് വല്ലാണ്ട് ഭയന്നു പോയ ഫാത്തിമ സലീം പരമാവധി ആ ഒരു ഡോറ് തുറക്കാൻ നോക്കുന്നുണ്ടെങ്കിലും പറ്റുന്നില്ല. പിന്നീട് എന്തൊക്കെയോ മന്ത്രങ്ങളെല്ലാം ചൊല്ലിയ സമയത്ത് ആ ഡോറ് തുറന്നു വരികയാണ്. പിന്നീട് രണ്ടുപേരും അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ്. ഇതേ സമയത്തിന് പുറത്തു നോക്കുകയാണെങ്കിൽ നമ്മുടെ ആയിഷയുടെ ഉള്ളിലേക്ക് ആ ചെകുത്താനുണ്ടല്ലോ അവൻ കയറി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ ശരീരം അവളുടെ കൺട്രോളിലല്ല. ആ തെരുവിലൂടെ അവൾ അങ്ങനെ നടക്കുന്നുണ്ട്. അവളുടെ പിന്നാലെ തന്നെ ഈ നാട്ടുകാരും പോവുകയാണ്. ഇതിനുശേഷം ജാഫറിന്റെ വീട്ടിൽ കാണിക്കുന്നുണ്ട്. അതായത് അഫയുടെ ശിഷ്യനുണ്ടല്ലോ. ഇപ്പൊ ജാഫറിന്റെ ഭാര്യ അയാളോട് ചോദിക്കുകയാണ്, ഈ അഫ എന്ന് പറഞ്ഞ മന്ത്രവാദി ഉണ്ടല്ലോ അയാളെക്കാൾ മികച്ചതായിരിക്കോ അയാളുടെ മകൾ ആയിഷ? ആയിഷ കാരണം നമുക്ക് നല്ലതാണോ വരാൻ പോകുന്നത്? ഇത് കേട്ട സമയത്ത് ജാഫർ പറയണത്, തീർച്ചയായിട്ടും ഞാൻ എന്തായാലും അവളുടെ അരികിലേക്ക് ഒന്ന് പോകാന്ന് പറഞ്ഞിട്ട് ജാഫർ ഇപ്പൊ നേരെ ആയിഷയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഇതേ സമയം ഗ്രാമത്തിലെ ഒരുപാട് ആൾക്കാർ ആയിഷയുടെ ചുറ്റും ആ രാത്രിയിൽ തന്നെ വന്ന് വട്ടം കൂടി നിൽക്കുകയാണ്. അതിലൊരു സ്ത്രീയുടെ കൈ തീരെ സ്വാധീനമില്ലാതെ അവരതുകൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. ഇപ്പൊ ആയിഷയുടെ അടുത്തേക്ക് വന്നിട്ട് അടുത്ത മന്ത്രവാദിയായിട്ട് അല്ലെങ്കിൽ ദൈവത്തിന്റെ ദൂതനായിട്ട് ഇവരെല്ലാവരും കാണുന്നത് ആയിഷയാണ്. അതുകൊണ്ട് എന്റെ ഈ കൈ ഒന്ന് നേരാക്കി തരുമെന്ന് ആ സ്ത്രീ ചോദിച്ച സമയത്ത് തന്നെ അഫയെ പോലെ തന്നെ എന്തൊക്കെയോ ചില മന്ത്രവാക്യങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ആയിഷ ആ സ്ത്രീയുടെ കയ്യിൽ ഒന്ന് അടിക്കുകയാണ്. ആ സ്ത്രീയുടെ കൈ പഴയതുപോലെ തന്നെ ആരോഗ്യമുള്ളതായിട്ട് മാറുകയാണ്. ആ നേരം ഇത് നേരിട്ട് കണ്ട നാട്ടുകാർ മുഴുവനായിട്ടും അഫയ്ക്ക് പകരം അയാളുടെ മകളായിട്ടുള്ള ആയിഷയെ അടുത്ത പ്രവാചകയായിട്ട് അല്ലെങ്കിൽ ദൈവത്തിന്റെ ദൂതയായിട്ട് കാണുകയാണ്. ഈ കാര്യങ്ങളെല്ലാം അവിടെ ഒളിച്ചിരുന്ന റഹ്മാൻ കാണുകയാണ്. റഹ്മാൻ വേഗം തന്നെ അമ്മയുടെ അടുത്തേക്ക് അതായത് ബീഗത്തിന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് പറയാണ്, ഉമ്മ നമ്മൾ എന്താണോ പേടിച്ചത് അത് തന്നെ നടന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടാന്ന് പറയണം. ഇതേ സമയത്ത് ആയിഷയെ കാണിക്കുകയാണ്. അവളുടെ ചുറ്റു നാട്ടുകാരുണ്ട്. എല്ലാവരും കരുതുന്നത് ആയിഷയാണ് ഇനി അവരുടെ രക്ഷകി എന്നാണ്. ഇതേ നേരം അങ്ങോട്ടേക്ക് സലീമും ഫാത്തിമയും വരുന്നുണ്ട്. അതായത് ഇത്രയും നേരം ഇവർക്കൊരു സംശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇവിടെ മിസ്റ്റീരിയസ് ആയിട്ട് എന്തോ ഒന്ന് നടക്കുന്നുണ്ട് എന്ന്. എന്നാൽ 100% കുറച്ചു നേരം മുന്നേ ഇവർക്കത് ബോധ്യമായി. അമാനുഷികമായിട്ടുള്ള പല
കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം. അങ്ങനെ ഈ കാര്യം ചെന്ന് സലീം ആ ആളുകളുടെ ഇടയിൽ വെച്ച് തന്നെ ആയിഷയോട് പറഞ്ഞ സമയത്ത് ആയിഷ ഇപ്പോൾ സലീമിനെ തള്ളിയിടുകയാണ്. ഞാൻ നിന്നോട് അന്നേ പറഞ്ഞതാണ് എന്റെ കാര്യത്തിൽ ഇടപെടാൻ വരണ്ടെന്ന് പറഞ്ഞിട്ട്. ഇത് കണ്ട ഫാത്തിമക്ക് ദേഷ്യം വന്ന് ഇപ്പൊ ആയിഷയുടെ മുഖത്ത് നോക്കി ഒരൊറ്റ അടി അടിക്കാണ്. നീ എന്ത് പ്രാന്തായി കാണിക്കുന്നത്, വാ നമുക്ക് തിരിച്ചു പോകും, ഇവിടെ നിൽക്കണ്ടെന്ന് പറയുമ്പോൾ അങ്ങോട്ടേക്ക് ജാഫർ അടക്കം എല്ലാ നാട്ടുകാരും വന്നിട്ട് പറയാണ് അവൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ പിന്നെ എന്തിനാ കൊണ്ടുപോകാൻ നോക്കുന്നത്, മര്യാദക്ക് നിങ്ങൾ ഇവിടുന്ന് പൊയ്ക്കാന്ന് പറയാണ്. പിന്നെ അധികം നേരം സലീമിനും ഫാത്തിമക്കും അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവര് നേരെ റഹ്മാന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അതായത് അവന്റെ ഉപ്പയായിട്ടുള്ള മന്ത്രവാദിയായിട്ടുള്ള അഫയുണ്ടല്ലോ, അഫയെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയ ആളാണ് റഹ്മാൻ. അപ്പൊ റഹ്മാന്റെ അടുത്തേക്ക് ചെന്നാലേ ഇനിയൊരു വഴിയുള്ളൂ എന്ന് ഇവർക്ക് മനസ്സിലായി. എന്നാൽ റഹ്മാനെ നോക്കി വീട്ടിലേക്ക് ചെന്ന സമയത്ത് അവിടെ റഹ്മാനും ഇല്ല, അവന്റെ ഉമ്മയായിട്ടുള്ള ബീഗവും ഇല്ല. രണ്ടുപേരും നേരത്തെ ഇവിടുന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇതിനുശേഷം ആ ഗുഹയിൽ കാണിക്കുകയാണ്. അതായത് ജാഫറും ആയിഷയും അവിടെ ഇരിക്കുകയാണ്. എന്നും രാത്രി അവിടെ പോയിട്ട് ചെകുത്താന് വേണ്ടി ആ ഒരു പൂജ ചെയ്താൽ മാത്രമേ ആയിഷയുടെ ഉള്ളിൽ ആ ഒരു ശക്തി ഉണ്ടാവുകയുള്ളൂ. ആൾക്കാരുടെ ശരീരത്തെ ഗുണപ്പെടുത്താനും അതുപോലെ തന്നെ അവൾക്ക് കിട്ടുന്ന മാന്ത്രിക ശക്തി ഇതെല്ലാം ആ ഒരു ചെകുത്താനാണ് കൊടുക്കുന്നത്. കൈയും കാലും മുറിച്ചുകൊണ്ട് അവളുടെ രക്തവും ആ ഒരു ചെകുത്താന് കൊടുക്കണം. എന്നാൽ ഈ നേരം അവളെ ഈ ചടങ്ങ് ചെയ്യാൻ സഹായിക്കുന്ന ജാഫർ പറയാണ് ആ ചെകുത്താൻ നമ്മളെ സഹായിക്കും, അതിലുപരി നമ്മളെ മുഴുവനായിട്ടും കൺട്രോൾ ചെയ്യാനായിട്ട് അവൻ ശ്രമിക്കും. പക്ഷേ മുഴുവനായിട്ടും ഒരിക്കലും നമ്മുടെ ശരീരത്തിനെ അവന് കൊടുക്കാൻ പാടില്ല. അതായത് അവന്റെ ആ ഒരു കൺട്രോൾ അതൊരിച്ചിരി മാത്രമേ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാൻ പാടുള്ളൂ എന്നൊക്കെ ജാഫർ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും ആയിഷയ്ക്ക് ആ ഒരു ചെകുത്താനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അഫ ആ ഒരു ചെകുത്താനെ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും കാലം വലിയൊരു മന്ത്രവാദിയായിട്ട് നിൽക്കാൻ കഴിഞ്ഞത്. എന്നാൽ ആയിഷയ്ക്ക് അത് പറ്റാത്തതുകൊണ്ട് ആ ചെകുത്താൻ അവന്റെ മുഴുവൻ സ്വാതന്ത്ര്യവും ഇപ്പോൾ ആയിഷയുടെ ഉള്ളിൽ കാണിക്കുകയാണ്. അതായത് ഇനി എന്താണോ ചെകുത്താന് തോന്നുന്നത് അത് മാത്രമേ ആയിഷയെ കൊണ്ട് ആ ഒരു ചെകുത്താൻ ചെയ്യിപ്പിക്കുള്ളൂ. ഇതേ നേരം ചോളക്കാട്ടിലൂടെ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബീഗത്തിനെയും മകനായിട്ടുള്ള റഹ്മാനെയും കാണിക്കുന്നുണ്ട്. രണ്ടുപേരും വേഗം ആ ഒരു തോട്ടത്തിലൂടെ പോകുമ്പോൾ പിറകാല് വരുന്ന റഹ്മാനി എന്തൊരു സംശയം, ഇവരാരോ ഒരാൾ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു സംശയം കാരണം അവൻ അവിടെ നിൽക്കുകയാണ്, ചുറ്റും നോക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് എവിടുന്നോ വന്നൊരു രൂപം അവൻ ആ ഒരു ചോളത്തോട്ടത്തിന്റെ ഉള്ളിലേക്ക് വലിച്ചു കൊണ്ടുപോവാണ്. എന്താ സംഭവിച്ചതെന്ന് റഹ്മാൻ ഒന്നും മനസ്സിലാവുന്നില്ല. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഇപ്പൊ നമ്മൾ നോക്കി നിൽക്കെ, അതായത് റഹ്മാൻ കാണുന്നില്ല, അവന്റെ പിന്നിലേക്ക് ബാധ കയറിയ ആയിഷ പാഞ്ഞു വരികയാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ റഹ്മാനും അത് തിരിഞ്ഞു നോക്കുകയാണ്. അവൻ നോക്കുമ്പോൾ ആ ആത്മാവിനെ, അതായത് ബാധ കയറിയ ആയിഷയെ കാണാനില്ല. എന്നാൽ പകരം അവന്റെ സൈഡിലൂടെ വന്ന് റഹ്മാന് അത് തള്ളിയിട്ട് ഈ ആയിഷ ഇപ്പൊ അവനോട് പറയാണ് നീ ഒരു തലയെടുത്തില്ലേ, അതുകൊണ്ട് നിന്റെ തല അത് ഞാൻ എടുക്കാൻ വേണ്ടി പോവാന്ന്. ഇവിടെ വെച്ച് നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിച്ചിരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ച കാര്യം എന്താന്ന്, അതായത് അഫയുടെ മരണം അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത്. ബീഗത്തിന് അഫയുടെ ഇങ്ങനെയുള്ള മന്ത്രവാദങ്ങളോ കാര്യങ്ങളോ ഒന്നും അറിയില്ലായിരുന്നു. എന്നാൽ ഇത് രഹസ്യമായിട്ട് നിരീക്ഷിച്ച റഹ്മാൻ കണ്ടുപിടിച്ചു. ബീഗത്തിനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ആ ഒരു ഗുഹയിലേക്ക് പൂജകളൊക്കെ ചെയ്യുമ്പോൾ ബീഗം നേരെ അഫയുടെ അടുത്തേക്ക് ചെന്നു. ഇപ്പൊ അഫയോട് ബീഗം കാര്യങ്ങളൊക്കെ പറയണു. ഓഹോ, അപ്പൊ ഇതായിരുന്നല്ലേ നിങ്ങളുടെ പരിപാടി, ദൈവത്തിനെയാണ് നിങ്ങൾ ആരാധിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഈ ചെകുത്താനെ ആരാധിച്ച് അത് തരുന്ന ശക്തി കൊണ്ടാണ് നിങ്ങൾ എല്ലാവരെയും രക്ഷിച്ചതല്ലേ, നോക്കിക്കോ നിങ്ങളുടെ ഈ ഒരു കള്ളപ്പരിപാടിയൊക്കെ ഞാൻ നിർത്തിക്കും, എല്ലാവരോടും ഞാൻ ഈ കാര്യം പറയുന്നു പറഞ്ഞപ്പോ ഈ പഫ പറയണ് മര്യാദക്ക് അടങ്ങി ഒതുങ്ങി ജീവിച്ചോ, ഒരു ഗർഭിണി ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ വെറുതെ വിടുന്നത്. ഈ കാര്യം ബീഗത്തിനോട് അഫ പറയാണ്. ഇപ്പൊ ബീഗം പറയാണ് അറിയാടോ, നിങ്ങളുടെ ക്രൂരതയെല്ലാം എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളുടെ അടുത്തേക്ക് സഹായം ചോദിച്ചു വരുന്ന ഓരോ ആൾക്കാരുടെ കുടുംബത്തിൽ നിന്നും ആരെങ്കിലും ഒരാളെ നിങ്ങൾ ബലിയായിട്ട് ചോദിക്കാറില്ലേ, അവർക്കൊക്കെ എന്ത് സംഭവിച്ചു എന്ന് ദൈവത്തിന് മാത്രം അറിയാം. അതുപോലെ എനിക്ക് മുന്നേ ഉണ്ടായിരുന്ന നിങ്ങളുടെ 2 ഭാര്യമാര് മിക്കവാറും അവരെ നിങ്ങൾ ബലി കൊടുത്തിട്ടുണ്ടാവും, അവരുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ബലി കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ എന്റെ വയറ്റിൽ കിടക്കുന്ന ഈ കുഞ്ഞിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നത് അതിനെയും ബലി കൊടുക്കാനല്ലേ, ഒരിക്കലും ഞാൻ ഇതിന് സമ്മതിക്കില്ല, എല്ലാം ഞാൻ എല്ലാവരോടും പറയും. ഇതും പറഞ്ഞ് പുറത്തേക്ക് ബീഗം പോവാൻ നിൽക്കുമ്പോൾ അവിടെ വെച്ച് തന്നെ അവളുടെ കഴുത്ത് ഞെരിച്ച് അഫ അവളെ കൊല്ലാൻ നോക്കി. എന്നാൽ ഇത് കണ്ട് സഹിക്കാൻ പറ്റാതെ റഹ്മാന് അവിടെ ഉണ്ടായിരുന്ന ഒരു കത്തി എടുത്തിട്ട് പിന്നിൽ നിന്നും അഫയുടെ കഴുത്ത് നോക്കി ഒരേറ്റ വെട്ടുകൊടുക്കുകയാണ്. അവിടെ വെച്ച് തന്നെ കഴുത്ത് അത്യാവശ്യം നല്ല രീതിയിൽ മുറിഞ്ഞ് ഏകദേശം മറ്റു പോവാവുന്ന അവസ്ഥയിലായിട്ട് ഈ അഫ മരണപ്പെട്ടു പോവാണ്. ശരിക്കും റഹ്മാന്റെ സ്വന്തം ഉമ്മയല്ല ഈ ബീഗം, പക്ഷേ ഒരു ഉമ്മയെ പോലെ തന്നെയാണ് ബീഗം റഹ്മാനെ വളർത്തിയത്. ആ സ്നേഹം കൊണ്ടാണ് ബീഗത്തിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ റഹ്മാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. അപ്പൊ ഫ്ലാഷ് ബാക്കിൽ ഈ ഒരു കാര്യം കാണിച്ചു പെട്ടെന്ന് തന്നെ പ്രസന്റിലേക്ക് വരികയാണ്. അതായത് ബാധ കയറിയ ആ ചെകുത്താനുള്ളിൽ കയറിയ ആയിഷയെ കാണിക്കുകയാണ്. അവൾ ഇപ്പോഴും നമ്മുടെ റഹ്മാന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ തവണയാണ് ആയിഷ ഇപ്പോൾ റഹ്മാനെ കൊല്ലാൻ നോക്കുന്നത്. ആയിഷയല്ല അവളുടെ ഉള്ളിലുള്ള ആ ഒരു ചെകുത്താൻ. കാരണം എന്താണ്, ആ ചെകുത്താന് വേണ്ടി എല്ലാം കൊടുത്തിരുന്ന അഫ എന്ന മന്ത്രവാദിയെ കൊന്നത് അത് റഹ്മാനാണല്ലോ. അതുകൊണ്ടാണ് ഈ ചെകുത്താന് ഈ റഹ്മാനോട് ഇത്രയും ദേഷ്യം. എന്നാൽ ഇതേ നേരം തന്നെ അങ്ങോട്ടേക്ക് വന്ന ബീഗ ഉണ്ടല്ലോ, ഈ ഒരു പ്രേതത്തിന്റെ കയ്യിൽ നിന്നും, അതായത് ചെകുത്താന്റെ കയ്യിൽ നിന്നും നമ്മുടെ റഹ്മാനെ രക്ഷപ്പെടുത്തി അവനോട് ഇവിടുന്ന് ഓടി രക്ഷപ്പെടാൻ പറയാണ്. പേടിച്ചു പോയ റഹ്മാനാണെങ്കിൽ അവിടുന്ന് ആ ഒരു തോട്ടത്തിന്റെ ഉള്ളിലേക്ക് ഓടുകയാണ്. അങ്ങനെ ഓടുന്ന സമയത്ത് അവൻ ചെന്ന് പെടുന്നത് ഫാത്തിമ, സലീം ഇവരുടെ രണ്ടുപേരുടെയും മുന്നിലാണ്. അവരോട് പിന്നീട് റഹ്മാൻ കാര്യങ്ങളൊക്കെ പറയാണ്. ബീഗത്തിനെ ബാധ കയറിയ ആയിഷ വന്ന് അറ്റാക്ക് ചെയ്യുന്നുണ്ട്, അവരെ കൊന്നുകളയും, ഒന്ന് വന്ന് സഹായിക്കുന്നു പറയാണ്. എന്നാൽ ആ സംഭവം നടന്ന സ്ഥലത്തേക്ക് സലീമിനെയും ഫാത്തിമയും കൂട്ടിയിട്ട് ഈ റഹ്മാൻ പോയപ്പോൾ അവിടെ ഒന്നുമില്ല. ഇനി അവരെ തേടി കണ്ടുപിടിക്കാന്ന് പറയുന്നതും അത്ര പോസിബിൾ അല്ല. ഇനി ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം, മന്ത്രവാദിയായിട്ടുള്ള അഫയുണ്ടല്ലോ അയാളുടെ തന്നെ രഹസ്യമായിട്ടുള്ള ആ ഒരു പുസ്തകം വായിച്ചു നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലൂ ഇവർക്ക് കിട്ടും. അങ്ങനെ വേഗം വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുകയാണ്. ആ പുസ്തകം ഇവർ വായിച്ചു നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലായി. അതായത് ആരാണോ ഈ ഒരു പൂജ ചെയ്യുന്നത്, ഈ പൂജ അതെന്താണെന്ന് ആദ്യം മനസ്സിലാവണ്ടേ.
ഒരു ചെകുത്താനുണ്ട് റഗ്ദയെ പൂർണ്ണമായിട്ടും ആരാധിക്കുകയാണെങ്കിൽ, ദൈവത്തെ നിന്ദിക്കുകയാണെങ്കിൽ ആ ചെകുത്താൻ, അതായത് ആ സാത്താൻ അവന്റെ ശക്തിയുടെ ഒരു ഭാഗം അവൻ ആരാണോ ആരാധിക്കുന്നത് ആ മനുഷ്യന് കൊടുക്കും. അങ്ങനെയാണ് അഫ എന്ന മന്ത്രവാദിക്ക് ഈ ശക്തികളൊക്കെ കിട്ടിയതും ജനങ്ങളെ അയാളെ സഹായിച്ചതും അവരുടെ രോഗങ്ങൾ മാറ്റിക്കൊടുത്തതും. അതുപോലെ ഇങ്ങനെ ഈ ചെകുത്താന് വേണ്ടി സേവ ചെയ്യുന്ന ആൾക്കാരെ കൊല്ലാനായിട്ട് ആർക്കും പറ്റില്ല. പക്ഷേ അയാളുടെ തന്നെ രക്തത്തിൽ പിറന്ന ഒരാൾക്ക് പറ്റും. അതുകൊണ്ട് മാത്രമാണ് പിന്നിൽ നിന്നും റഹ്മാൻ ഒറ്റയടിക്ക് അഫയെ വെട്ടിയ സമയത്ത് അയാൾ മരിച്ചുപോയത്. അങ്ങനെയാണെങ്കിൽ ബാധ കയറി ആയിഷയും എനിക്ക് കൊല്ലാൻ പറ്റില്ല എന്ന് ഇപ്പൊ റഹ്മാൻ ചോദിക്കുകയാണ്. അപ്പൊ ഫാത്തിമ പറയണം, നമുക്ക് അവളെ കൊല്ലല്ല വേണ്ടത്, അവളെ രക്ഷപ്പെടുത്തണം നമുക്ക്. ഇതേ നേരം തന്നെ ആയിഷയുടെ ആ ഒരു ശരീരം അത് പൂർണ്ണമായിട്ടും റഗ്ദ എന്ന് പറഞ്ഞ ആ ഒരു ചെകുത്താന് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ബാക്കിയുള്ള ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. കാരണം അവൾ ആ ഒരു തെരുവിലൂടെ നടക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്ത രീതിയിലാണ്. അപ്പൊ ആൾക്കാർ മുഴുവൻ ഇത് ശ്രദ്ധിക്കുന്നുണ്ട്, ഇവൾക്ക് എന്താ ഈ പറ്റിയത്. ആയിഷയുടെ ഉപ്പയായിട്ടുള്ള അഫ, അയാൾ ആ ഒരു ചെകുത്താനെ കൺട്രോൾ ചെയ്തതുപോലെയൊന്നും ആയിഷയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇതേ സമയത്ത് തന്നെ ഈ ഒരു ചെകുത്താൻ അവന്റെ ശക്തിയെ ക്ഷേപിക്കാനുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സലീം, ഫാത്തിമ, അതുപോലെ തന്നെ റഹ്മാൻ ആ ഒരു പുസ്തകം വായിച്ചപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി. അതായത് ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവനായിട്ടും ദൈവത്തോട് അത്ര അടുത്തല്ല ഇപ്പൊ നിൽക്കുന്നത്. അവർക്ക് ആർക്കും പ്രാർത്ഥനയോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ ആ ഒരു പ്രാർത്ഥന അത് പണ്ടത്തേതുപോലെ തന്നെ ഇങ്ങോട്ടേക്ക് തിരിച്ചു കൊണ്ടുവരികയാണെങ്കിൽ ദൈവിക ശക്തി ഈ ഒരു ഗ്രാമത്തിൽ കൂടിക്കൂടി വരും. അതുപോലെ തന്നെ ചെകുത്താന്റെ ശക്തി ഈ ഗ്രാമത്തിൽ കുറഞ്ഞു വരും. അപ്പൊ പഴയതുപോലെ തന്നെ ഈ ഗ്രാമത്തിൽ പ്രാർത്ഥനയും കാര്യങ്ങൾ വീണ്ടും തുടങ്ങണം. എന്നാൽ മാത്രമേ അവനിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഇത് പറയാൻ വേണ്ടി ഇവർ ആ ഒരു വീടിന്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും ഒരു കത്തിയുമായിട്ട് പൂർണ്ണമായിട്ടും ചെകുത്താനായി മാറിയ ആയിഷ അങ്ങോട്ട് വന്നിട്ടുണ്ട്. എല്ലാത്തിനും കാരണക്കാരനായിട്ടുള്ള റഹ്മാൻ, അവൻ കാരണമാണല്ലോ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ ചെകുത്താന്റെ ഏറ്റവും വലിയ പക എന്ന് പറയുന്നത് അത് റഹ്മാനോടാണ്, അവനെ കൊല്ലണം. എന്നാൽ ഇങ്ങോട്ടേക്ക് ആയിഷ വന്ന സമയത്ത് നാട്ടുകാർ മുഴുവനും അങ്ങോട്ടേക്ക് തടിച്ചു കൂടിയിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും ഇപ്പൊ ഒരു കാര്യം ബോധ്യമായിട്ടുണ്ട്. അവരെല്ലാവരും സഹായിച്ചിരുന്ന ആ ദൈവിക ശക്തി അത് ദൈവിക ശക്തിയല്ല, പകരം ഒരു സാത്താന്റെ ശക്തിയാണെന്ന്. അങ്ങനെ നാട്ടുകാർ നോക്കി നിൽക്കെ കത്തിയുമായിട്ട് റഹ്മാനെ കൊല്ലാനായിട്ട് അങ്ങോട്ടേക്ക് ആയിഷ ഓടി വരുമ്പോൾ ബീഗം വന്ന് അതിനെ തടുക്കുകയാണ്. എന്നാൽ ദേഷ്യം കാരണം വലിയൊരു കല്ലെടുത്ത് ബീഗത്തിന്റെ തലക്കടിച്ച് അവരെ കൊന്നു കളയുന്നുണ്ട്. ഈ കാര്യം നാട്ടുകാർ കണ്ട സമയത്ത് ഇനിയും വിഡ്ഢികളാകാൻ ഞങ്ങൾ തയ്യാറല്ല, രണ്ടും കൽപ്പിച്ച് നാട്ടുകാർ മുഴുവനായിട്ടും ഇപ്പൊ അങ്ങോട്ടേക്ക് വന്നിട്ട് ആയിഷയെ അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിൽ കെട്ടിയിടുന്നുണ്ട്. കാരണം ഗർഭിണിയായിട്ടുള്ള ബീഗത്തിനെ തല്ലിക്കൊല്ലുന്നത് അവരെല്ലാവരും നേരിട്ട് കണ്ടതാണല്ലോ. ഇതേ സമയത്ത് തന്നെ മന്ത്രവാദിയായിട്ടുള്ള അഫ, അയാളുടെ ആ ഒരു വീടിന്റെ അടിഭാഗത്ത് ആ ഒരു ബേസ്മെന്റ്, അവിടെ വെച്ച് ഒരുപാട് ശബ്ദങ്ങൾ കേട്ട് നാട്ടുകാരെല്ലാവരും അങ്ങോട്ടേക്ക് ഓടിച്ചെന്ന് നോക്കുമ്പോൾ വളരെ രഹസ്യമായിട്ടുള്ള മുറി അവിടെ കാണുകയാണ്. ആ മുറിയുടെ താഴ്ഭാഗത്തായിട്ട് ഒരുപാട് ഭരണികൾ അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. മാത്രമല്ല ആ മുറിയുടെ മുകൾ ഭാഗത്തായിട്ട് എന്തോ ഒന്ന് ചാകിൽ അങ്ങനെ കെട്ടിത്തൂക്കി വെച്ചിരിക്കുകയാണ്. ഒന്നല്ല, അതുപോലെ ഒരുപാട് എണ്ണം ഉണ്ട്. അതുപോലെ തന്നെ ഈ കെട്ടിത്തൂക്കി വെച്ച സാധനം ഉണ്ടല്ലോ, ഇതിന്റെ ഉള്ളിൽ നിന്നും എന്തോ ഒരു തെളിഞ്ഞ നീര് താഴേക്ക് ഇങ്ങനെ ഇറ്റി വീഴുന്നുണ്ട്. അത് ആ ഒരു ഭരണിയിൽ ശേഖരിക്കുന്നുണ്ട് കേട്ടോ. അതിനു വേണ്ടിയിട്ടാണ് ഭരണി അടിയിൽ വെച്ചിരിക്കുന്നത്. പിന്നീട് എന്താണ് ആ ഒരു പൊതിയിൽ എന്ന് അറിയാൻ വേണ്ടി നാട്ടുകാർ മുഴുവൻ അത് അഴിച്ച് താഴേക്ക് ഇറക്കി അത് തുറന്നു നോക്കുമ്പോൾ നാട്ടുകാരൊക്കെ ആകെ ഞെട്ടിപ്പോയി കേട്ടോ. കാരണം ഈ മന്ത്രവാദിയായിട്ടുള്ള അഫയുടെ അടുത്തേക്ക് സഹായം ചോദിച്ചു വരുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ കുടുംബത്തിൽ നിന്ന് ഒരാളെ ബലി ചോദിക്കാറില്ലേ, ഒരാളെ കൊടുക്കൂലേ, ആ ആളെയാണ് ഇതുപോലെ ചെകുത്താന് വേണ്ടി കൊടുത്ത് ഇവിടെ ഇങ്ങനെ കെട്ടി തൂക്കി വെച്ചിരിക്കുന്നത്. ആ ആൾക്കാരുടെ ദേഹത്ത് നിന്നും ഇറ്റി ഉണ്ടാവുന്ന ആ വെള്ളം ഉണ്ടല്ലോ, അതാണ് മാന്ത്രിക ജലം എന്ന് പറഞ്ഞിട്ട് ഈ നാട്ടുകാർ മുഴുവൻ മോന്തി കുടിച്ചത്. എന്തൊരു മൃഗീയമായിട്ടുള്ള കാര്യമല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതറിഞ്ഞ നാട്ടുകാർ വരെ ഞെട്ടിപ്പോകുന്നുണ്ട്. ഇത്രയും വലിയൊരു ദുഷ്ടനെ അല്ലെങ്കിൽ ഒരു ക്രൂരനെ ആയിരുന്നു ദൈവത്തിന്റെ പ്രവാചകൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെവിടെയോ കയറ്റി വെച്ചായിരുന്നത്. ഇതുപോലെ പുറത്ത് നമ്മുടെ ആയിഷയെ കെട്ടി വെച്ചിട്ടുണ്ടല്ലോ, അവളുടെ ഉള്ളിൽ ആ ഒരു ചെകുത്താന്റെ ശക്തിനെ കൂടി വരുന്നുണ്ട്. എന്നാൽ ഇപ്പൊ ജാഫർ വരെ ഈ ചെകുത്താനെതിരെയാണ്. അതായത് ഇതിന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ എല്ലാവർക്കും പണി കിട്ടുന്നു അറിയാം. അപ്പൊ ദൈവികമായിട്ടുള്ള ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രം അവളോട് പറയുന്നുണ്ട്. എന്നാൽ ചെകുത്താന്റെ ശക്തി ഉപയോഗിച്ച് ഒരു കുന്ത് ഉപയോഗിച്ച് ജാഫറിനെയും കൊന്നുകളയാണ്. പിന്നീട് ആ ഒരു കെട്ടെല്ലാം പൊട്ടിച്ച് ആയിഷ ഉണ്ടല്ലോ നേരെ ആ ഒരു ബേസ്മെന്റിലേക്ക് ചെല്ലുകയാണ്. അവിടെ ആ ഒരു കാര്യങ്ങളെല്ലാം കണ്ട് ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണല്ലോ എല്ലാവരും, ഫാത്തിമയും സലീമും എല്ലാവരും ഉണ്ട്. എന്ന് അവരുടെ മുന്നിലേക്ക് ചെന്ന ഈ ചെകുത്താനുണ്ടല്ലോ അത് പറയാണ്, ഞാനാണ് നിങ്ങൾക്ക് അനുഗ്രഹം തന്ന നിങ്ങളുടെയൊക്കെ ദൈവം, അതുകൊണ്ട് എന്റെ മുന്നിൽ മാത്രം നിങ്ങൾ വണങ്ങിയാൽ മതി, എന്നെ മാത്രം ആരാധിച്ചാൽ മതി. ഇതും പറഞ്ഞ് ആ ഒരു നാട്ടുകാർ മുഴുവൻ അവിടെ വെച്ച് പിടിപ്പിക്കാൻ നോക്കുകയാണ്. ഈ സമയത്ത് എന്താണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലായ റഹ്മാനും അതുപോലെ തന്നെ സലീമും അവരോട് കാര്യങ്ങൾ പറയാണ്. അതായത് ദൈവിക ശക്തി ഈ നാട്ടിലേക്ക് തിരിച്ചു വരണമെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അങ്ങനെ എല്ലാവരും അപ്പൊ തന്നെ നിന്ന് ദൈവത്തോട് ഉറക്കനെ പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. ഒരുപാട് നാളായിട്ട് ഈ ഗ്രാമത്തിൽ ഇല്ലാത്തൊരു കാര്യമായിരുന്നു അത്. അങ്ങനെ ദൈവികമായിട്ടുള്ള ആ ഒരു പ്രാർത്ഥന കേൾക്കുന്തോറും ഈ ചെകുത്താനുണ്ടല്ലോ അതിനവിടെ നിൽക്കാൻ പറ്റാതെയായി. ഭയങ്കരമായിട്ടുള്ള അസഹനീയമായിട്ടുള്ള വേദന വന്ന് അവസാനം ആ ഒരു ചെകുത്താൻ അവിടുന്ന് പാഞ്ഞു പോവുകയാണ്. ഇതിനുശേഷം ബോധമില്ലാതെ കിടക്കുന്ന ആയിഷ അവളെ എടുത്തുകൊണ്ട് ഇവരെല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട ആ ഒരു പഴയ പ്രാർത്ഥനാലയം ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് പോവാണ്. വീണ്ടും അവിടെ പ്രാർത്ഥന തുടങ്ങുന്നുണ്ട്, ദൈവത്തോട് മാപ്പ് പറയാണ്. വീണ്ടും ഗ്രാമത്തിനെ പഴയ അവസ്ഥയിലേക്ക് തന്നെ കൊണ്ടുവരുന്നുണ്ട്. നാട്ടുകാർ മുഴുവൻ അവർ ചെയ്ത തെറ്റെന്താണെന്ന് അത് റിയലൈസ് ചെയ്തു. മാത്രമല്ല ഒരുപാട് വർഷങ്ങളായിട്ട് ഈ അഫയുണ്ടല്ലോ അഫയുടെ സഹായത്തോട് കൂടിയിട്ട് ഒരുപാട് ആളുകളുടെ ജീവൻ രക്ഷിച്ചായിരുന്നല്ലോ, ആ ജീവൻ മുഴുവനും ഒറ്റയടിക്ക് പോവുകയാണ്. അതായത് അങ്ങനെ രക്ഷപ്പെട്ട ആൾക്കാരൊക്കെ പെട്ടെന്ന് മരിക്കാൻ തുടങ്ങി. കാരണം അവരുടെ എല്ലാവരുടെയും ജീവൻ നിലനിൽക്കാൻ കാരണം തന്നെ ആ ചെകുത്താന്റെ ശക്തിയായിരുന്നു. അത് പോയതോട് കൂടിയിട്ട് എല്ലാ ആൾക്കാരും സ്വാഭാവികമായിട്ട് മരിക്കാൻ തുടങ്ങി.
അങ്ങനെ പൂർണ്ണമായിട്ടും ആ ഒരു ഗ്രാമത്തിൽ നിന്നും ചെകുത്താന്റെ ആ ഒരു ശക്തി തന്നെ ഇല്ലാതായി തീരുകയാണ്. മാത്രമല്ല നമ്മുടെ ആയിഷയ്ക്ക് ഇത്രയും കാലം ആരും ഇല്ലായിരുന്നു. എന്നാൽ അവൾക്ക് സ്വന്തമായിട്ട് ഇപ്പൊ ഒരു സഹോദരനുണ്ട്, റഹ്മാൻ. അവനെയും കൂട്ടി ഈ നാട്ടിൽ തന്നെ നിൽക്കാന്ന് അവള് തീരുമാനിക്കുകയാണ്. അവളുടെ അച്ഛനായിട്ട് ചെയ്തു കൂട്ടിയ മഹാപാപങ്ങൾ മുഴുവനായിട്ടും ഈ നാട്ടിൽ നിന്നും തുടച്ചു നീക്കിക്കൊണ്ട് ഇത്രയും കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ്. അത്യാവശ്യം ലോങ് ആയി പോയല്ലേ. എന്തായാലും കഥ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.